സ്മൃതി പരുത്തിക്കാട്. നമസ്കാരം. അങ്ങനെ കേജ്രിവാൾ പുറത്തിറങ്ങിയിരിക്കുന്നു. വേഗം വരുമെന്ന് പറഞ്ഞില്ലേ, ഇതാ വന്നിരിക്കുന്നു. ഹനുമാൻ സ്വാമിക്ക് നന്ദി, സുപ്രീം കോടതിക്ക് നന്ദി. ഏകാധിപത്യത്തിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കണം. ഇതാണ് 50 ദിവസത്തെ ജയിൽവാസത്തിനൊടുവിൽ പുറത്തിറങ്ങി കേജ്രിവാൾ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. കേവലം ആപ് നേതാവ് എന്നതിൽ നിന്നും ഇന്ത്യ മുന്നണിയുടെ പോരാളി എന്നതിലേക്ക് കേജ്രിവാൾ പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ജനാധിപത്യത്തിന്റെ ഉത്സവം വിളവെടുപ്പ് പോലെയല്ല, 5 വർഷത്തെ ഉത്സവത്തിൽ കേജ്രിവാളിനും പങ്കെടുക്കാമെന്നാണ് സുപ്രീം കോടതിയുടെ വിധി. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ്, അതിന് മാത്രമാണ് ഈ ഇടക്കാല ജാമ്യം. ഇന്ത്യ മുന്നണിക്ക് ആവേശമായി കേജ്രിവാൾ പുറത്തിറങ്ങുമ്പോൾ അടികിട്ടിയിരിക്കുന്നത് ഇഡിക്കും കേന്ദ്രത്തിനുമാണ്. കരുത്തോടെയോ പുറത്തേക്ക് എന്നതാണ് ചോദ്യം. ഇന്ത്യ മുന്നണിയിൽ നിന്ന് ആപ് പ്രതിനിധി വിനോദ് മാത്യു, കോൺഗ്രസ് പ്രതിനിധി എം ലിജു, CPM പ്രതിനിധി അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, BJP നിന്ന് S സുരേഷ്, സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ എന്നിവരാണ് അതിഥികളായുള്ളത്. ആദ്യം ഞാൻ ആപ് പ്രതിനിധിയിലേക്ക് പോവുകയാണ്. വിനോദ് മാത്യു, 50 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ കേജ്രിവാൾ എങ്ങനെയാണ് ആപ്പിനെ മാറ്റുന്നത്, എങ്ങനെയാണ് ഇന്ത്യ മുന്നണിയെ മാറ്റുന്നത്? തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായ സുപ്രീം കോടതി വിധി. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, ഇന്ത്യയിൽ മതേതരത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് പ്രതീക്ഷയുടെ തിരുനാളം പോലെ കിട്ടിയ വിധി. ആ വിധിയെ ഏറ്റവും ബഹുമാനത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ED എന്നല്ല പറയേണ്ടത്, പേടി എന്നാണ് പറയേണ്ടതാണ് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒരു ജാമ്യാപേക്ഷ എന്ന് പറയാൻ കഴിയില്ല, കാരണം അദ്ദേഹം ജാമ്യാപേക്ഷ കൊടുത്തിട്ടില്ല. സുപ്രീം കോടതി സ്വമേധയാ അദ്ദേഹത്തിന്റെ അറസ്റ്റിനെ ചലഞ്ച് ചെയ്തുള്ള പെറ്റീഷനിൽ ഇന്ററിം ബെയിലിനെ പറ്റി സംസാരിക്കുന്നു. ഇന്ററിം ബെയിൽ അദ്ദേഹത്തിന് കൊടുക്കുന്നു. ജൂൺ 1 വരെ അദ്ദേഹം പ്രചരണത്തിലുണ്ടാവും. ഇവർ പറയുന്ന ഇപ്പൊ പുതിയ സംഘപരിവാർ പറയുന്ന അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയെ ഒപ്പിടാൻ സാധിക്കത്തില്ല, മന്ത്രിസഭാ മീറ്റിംഗ് കൂടാൻ സാധിക്കത്തില്ല. ഇത്രയും നാൾ അതല്ലല്ലോ പറയും, ഇത്ര നാളും പറഞ്ഞ രാജിവെക്കണമെന്നല്ല പറയും. ഇപ്പൊ പറയുന്നത് എന്താണ്, അദ്ദേഹം ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതൊന്നും വേണ്ടാന്നേ. അദ്ദേഹം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി അതിന്റെ മുൻപിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം മറ്റ് മതനിരപേക്ഷ ജനാധിപത്യ കക്ഷികളുടെ മുൻപിൽ കേജ്രിവാൾ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇനി നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പൊ അദ്ദേഹം പറഞ്ഞല്ലോ കൃത്യമായിട്ട്, ഞാൻ വന്നു, തിരിച്ചു വന്നിരിക്കുന്നു, ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. ഞാൻ ഒരു കാര്യം പറയാം സ്മൃതി. അതായത് 2015 ഇന്ത്യയുടെ അന്നത്തെ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ പുസ്തകം എന്ന് പറയുന്നത് ഉദയ് മഹക്കൂറും ചിരാഗ് പണ്ഡിറ്റും എന്ന് പറയുന്ന 2 പേര് എഴുതിയ ദ മാൻ ഹു കുഡ് ഹാവ് പ്രിവെന്റഡ് ഡിവൈഡ് എന്ന് പറയുന്ന വീര സർവർക്കറിനെ പറ്റി എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: മഹാത്മാഗാന്ധി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ജയിലിൽ കിടന്ന സർവർക്കർ ദയാഹർജി കൊടുത്തത്. മാപ്പെന്നല്ല, അദ്ദേഹം ദയാഹർജി കൊടുത്തു എന്ന് പറഞ്ഞു. അതായത് ഗാന്ധി പറഞ്ഞു അദ്ദേഹത്തോട്, ഒരു സൈഡിൽ ഞാനിങ്ങനെ സഹന സമരമൊക്കെ ചെയ്യുമ്പോൾ താങ്കളും കൂടെ ഉണ്ടാവണം, താങ്കൾക്കുണ്ടായ വിപ്ലവ സമരം നയിക്കാൻ താങ്കളുണ്ട്, അതുകൊണ്ട് താങ്കൾ ദയാഹർജി കൊടുക്കണം. ഈ സംഘപരിവാർ മാപ്പ് പറഞ്ഞു, ഷൂ നക്കി, ചെരുപ്പ് നക്കി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിനെ പാർട്ട്ലി അഡ്മിറ്റ് ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഒരു ദയാഹർജിയും കൊടുത്തില്ല. സംഘപരിവാർ തെട്ടൂരങ്ങളെ പേടിച്ചില്ല. ജയിലിൽ കിടന്നു, ഞാൻ മാപ്പെഴുതി തരാമെന്ന് പറഞ്ഞില്ല. അവിടെ കിടന്നുകൊണ്ട് കൊല്ലാനൊക്കെ നോക്കിയില്ലേ, ഇൻസുലിൻ കൊടുക്കാതെ കൊല്ലാൻ നോക്കുന്നു, അദ്ദേഹത്തെ മറ്റു തരത്തിൽ വകവരുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ആ മനുഷ്യൻ നിൽക്കുന്നു. അതുകൊണ്ട് കൃത്യമായിട്ടൊരു മാപ്പെഴുതാതെ, ഒരു ബെയിൽ ഹർജി പോലും കൊടുക്കാതെ, എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയൊരു കാര്യം, ഒരുപക്ഷെ സുപ്രീം കോടതി പരമോന്നത നീതിപീഠത്തിലേക്ക് ന്യായാധിപരൊക്കെ നമ്മുടെ രാഷ്ട്രീയമൊക്കെ ശ്രദ്ധിക്കുന്നവരായിരിക്കാം. അവരിതിനകത്ത് വലിയ മെറിറ്റിലേക്ക് ചർച്ചയിലേക്ക് ഒന്നും പോയില്ല. അവരെന്താ ആഗ്രഹിച്ചത്, എന്താ ആ ആഗ്രഹത്തിന്റെ പ്രതിഫലനമാണ് ആ വിധി. അതായത് മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങിയിരിക്കുന്നു. ആ കാറ്റിനെ അതിഗംഭീരമായി വീശി മുമ്പോട്ട് നയിക്കാൻ, മതേതര സഖ്യത്തിന് മുമ്പിൽ നയിക്കാൻ രാജകുമാരനെ പോലെ കേജ്രിവാൾ ഉണ്ടാവണം എന്ന ആഗ്രഹം ഒരുപക്ഷെ പരമോന്നത കോടതിക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഒരുപക്ഷെ കോടതിയെ കൂടുതൽ ഞാൻ കടന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനെ സന്തോഷപരമായി സമീപിക്കുകയോ അല്ല, മറിച്ച് അത്തരത്തിൽ ജനങ്ങളെ വിശ്വാസിക്കുന്ന ഒരു വിധിയാണ്. ഇതുമായി മുമ്പോട്ട് കൃത്യമായിട്ട് ഇന്ത്യ സഖ്യം ഇപ്പൊ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതായത് 1ാം ഘട്ട 2ാം ഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് അദ്ദേഹം ആദ്യം മോദി ഗ്യാരണ്ടിയെ പറ്റിയാണ് വാദോരാ സംസാരം. മോദി ഗ്യാരണ്ടി, സ്ത്രീകളുടെ സുരക്ഷയെ പറ്റി, ഇവിടെ വീടുകൾ പണിത് കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ സംസാരിച്ച നരേന്ദ്രമോദി ഇപ്പൊ വന്ന് നിൽക്കുന്ന എവിടെയാണ്? 3ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വർഗീയ സ്റ്റേറ്റ്മെന്റുകളാണ്. രാജ്യത്തിൽ ഇത്ര മ്ലേച്ഛമായ രീതിയിൽ, ഇത്ര മോശമായ രീതിയിൽ വർഗീയ സ്റ്റേറ്റ്മെന്റ് നടത്തിയ ഒരു പ്രധാനമന്ത്രി ഇന്ത്യ കണ്ടിട്ടില്ല. കാരണം അദ്ദേഹത്തിന് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. അവിടെ സംഘപരിവാറിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി അടിച്ച് കയറ്റിയിട്ട് തിരികെ കേജ്രിവാൾ പോകുള്ളൂ. പിന്നെ മണ്ണിട്ട് മൂടുന്ന ചടങ്ങാണ്. അതിന് ഇവിടെ ഇന്ത്യ സഖ്യത്തെ നയിക്കുന്ന നേതാക്കന്മാരുണ്ട്, അവരത് ചെയ്തോളൂ. ഇതാണ് എനിക്ക് ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ലിജു, ഇപ്പോൾ ഇന്ത്യ ബ്ലോക്കിന്റെ പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അങ്ങനെ പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ലെങ്കിലും ആ തരത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്ന കേജ്രിവാൾ വീരപരിവേഷത്തോടുകൂടി, ആ തരത്തിൽ ഒരു പോരാളി പരിവേഷത്തോടുകൂടി എത്തുമ്പോൾ
മുന്നണി പോരാളിയാവുകയാണ്. രാഹുൽ ഗാന്ധിയെ കവച്ചു വെച്ചുകൊണ്ടൊരു നേതാവാകുന്നു ഈ ഘട്ടത്തിലെങ്കിലും കേജ്രിവാൾ. അതിനെ എങ്ങനെയാണ് കോൺഗ്രസ് കാണുന്നത്? അല്ല, അങ്ങനെ ഒരു താരതമ്യത്തിന് ഒന്നും പ്രസക്തിയില്ല. രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉള്ള പ്രസക്തി നമുക്കെല്ലാവർക്കും അറിയാം. അതോടൊപ്പം ശ്രീ അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രസക്തനായൊരു നേതാവ് തന്നെയാണ്. ഡൽഹി മുഖ്യമന്ത്രിയാണ്. അതോടൊപ്പം BJPയുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന ആളാണ്. പ്രത്യേകിച്ച് ഒരു വളരെ അദ്ദേഹത്തെ പേഴ്സണലി ടാർഗറ്റ് ചെയ്ത് പീഡിപ്പിക്കുന്നു എന്നൊരു സാഹചര്യം, എന്നൊരു ബോധ്യം ഇന്ത്യൻ ജനതയ്ക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജയിൽ മോചിതനാകുമ്പോൾ അദ്ദേഹത്തിന് വലിയ തോതിൽ ജനങ്ങളുടെ പിന്തുണ ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. ഇതെല്ലാം തന്നെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിക്ക് ഗുണകരമാകും. അപ്പോൾ അതുകൊണ്ട് രാഹുൽ ഗാന്ധി, അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങി അദ്ദേഹം ക്യാമ്പയിൻ ചെയ്യുന്നു എന്നതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പ്രഭാവം കുറയും എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്ത് അത് കോൺട്രിബ്യൂട്ട് ചെയ്യും എന്ന് കരുതുന്നതായിരിക്കും ശരി എന്നാണ് ഞാൻ കരുതുന്നത്. അരവിന്ദ് കെജ്രിവാളിൻ്റെ സാന്നിധ്യം ഇന്ത്യ മുന്നണിക്ക് വിവിധ സംസ്ഥാനങ്ങളിലും രാജ്യവ്യാപകമായിട്ടും ഗുണം ചെയ്യും. അത്തരത്തിലാണ് ഞങ്ങളതിനെ കാണുന്നത്. ശരി, CPM ഇതിനെ എങ്ങനെ കാണുന്നു? ശ്രീ അനിൽകുമാർ, ഇപ്പോൾ ജനാധിപത്യത്തിന്റെ വിജയമെന്ന് ഇന്ത്യ മുന്നണിയിലെ എല്ലാ നേതാക്കളും പ്രതികരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ കേജ്രിവാളിന് ഈ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്താം. പക്ഷേ കേജ്രിവാൾ പുറത്തിറങ്ങുന്നത് ഒരു മുഖ്യമന്ത്രിയായിട്ടല്ല. മുഖ്യമന്ത്രിയുടെ ഒരു ചുമതലയും നിർവഹിക്കാനാവില്ല. സെക്രട്ടേറിയറ്റിന് പടിക്കലേക്ക് പോകാൻ പറ്റില്ല. ഫയലുകൾ ഒപ്പുവെക്കണമെങ്കിൽ ലഫ്റ്റനന്റ് ഗവർണർ ആവശ്യപ്പെട്ടാൽ മാത്രം ഫയലിൽ ഒപ്പുവെക്കാം. ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ഒരക്ഷരം മിണ്ടാനും പറ്റില്ല. അപ്പോൾ ആപ്പിന്റെ ഒരു നേതാവ് പുറത്തിറങ്ങിയിരിക്കുന്നു. ആ നിലയ്ക്കാണോ നിങ്ങളും കാണുന്നത്? നരേന്ദ്രമോദി ജയിലിലേക്കുള്ള വഴിയിലാണ് എന്നാണ് ഇന്ത്യ രാജ്യത്തെ ഇന്നത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം നോക്കുന്ന ഏതാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. ജൂൺ 4-ന് നരേന്ദ്രമോദിക്ക് ജയിലിലേക്ക് വഴി തുറക്കുന്നൊരു വിധിയെഴുത്തായിരിക്കും രാജ്യത്തുണ്ടാകാൻ പോവുക. കാരണം അത്രത്തോളം രാജ്യവിരുദ്ധമായ പാതകങ്ങൾ, ഈ രാജ്യത്തിൻ്റെ ആത്മാവിന് മുറുകേൽപ്പിക്കുന്ന പാതകങ്ങൾ നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് മോദി തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഏറ്റവും ഹീനമായ പ്രസ്താവനകളാണ്. ഹിന്ദു ജനസംഖ്യയെക്കുറിച്ച്, മുസ്ലിം ജനസംഖ്യയെക്കുറിച്ച്, വിഭജനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ബാബറി മസ്ജിദിൻ്റെ കാര്യം പറയുക, ബാബറി മസ്ജിദ് വീണ്ടും നിർമ്മിക്കാൻ പോകുന്നു കോൺഗ്രസ് എന്ന് വ്യാജം പറയുക, ബാബറി പൂട്ട് എന്നൊരു വാക്ക് പറയുക. ഇതെല്ലാം ഈ രാജ്യത്തിനകത്ത് സാധാരണഗതിയിൽ ഈ രാജ്യത്തെ ജനങ്ങളാകെ ചേർന്ന് മോദിയെ ചെയ്യേണ്ടത്. ആ നോട്ട് നിരോധനം വന്നപ്പോൾ ഞാൻ 50 ദിവസം എനിക്ക് സമയം തരണം, ഇല്ലേ നിങ്ങളെല്ലാം കൂടി എന്നെ തൂക്കിക്കൊല്ലണം, അടിച്ചു കൊല്ലണം എന്ന് മോദി പണ്ട് പറഞ്ഞതാണ്. ഈ തെരഞ്ഞെടുപ്പിനകത്ത് എത്രത്തോളം ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് സാധിക്കുമോ അത്രത്തോളം നമ്മുടെ നാട്ടിൽ വേട്ടപ്പട്ടികളെ കൈകാര്യം ചെയ്യുന്നത് പോലെ, ഇളകിയ ഈ പട്ടികളെ കൈകാര്യം ചെയ്യുന്നത് പോലെ ജനങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഭ്രാന്താണ് മോദിയും അമിത്ഷയും മറ്റ് BJP നേതാക്കന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വെച്ച് പൊറുപ്പിക്കരുത്, വാ തുറക്കാൻ അനുവദിക്കരുത്. പക്ഷേ വളരെ വേദനാജനകമായ കാര്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. കൂട്ടിലടച്ച തത്തയാണ് CBI എന്ന് പറഞ്ഞിരുന്നു. കൂട്ടിലടച്ച തത്തയായിരുന്ന CBIയേക്കാൾ വളരെ വളരെ നീചമായ രീതിയിൽ, ദയനീയമായ രീതിയിൽ നമ്മുടെ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ BJPയുടെ അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ സർക്കാരിൻ്റെ പിണിയാളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. CBIയെ കൂട്ടിലടച്ച തത്തയെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഭരണകാലത്താണെങ്കിൽ ഇപ്പോൾ ED എന്ന് പറയുന്നത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കെജ്രിവാളിന് ജയിൽ കവാടം തുറന്നു കൊടുത്തത് EDക്ക് വേണ്ടി പൂജ നടത്തിക്കൊണ്ടിരുന്ന, EDക്ക് വേണ്ടി വാദോരാതെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ നേതാക്കൾക്കുമുള്ള തിരിച്ചടിയാണ്. അത് കെജ്രിവാളിന് മാത്രം. ഞാൻ പറയുന്നത്, ഇന്ത്യ രാജ്യത്ത് ഇങ്ങനൊരു കോടതി വിധി വന്നിട്ടുണ്ടോ? ഒന്ന്, ജാമ്യാപേക്ഷ കൊടുക്കാതെ ജാമ്യം കിട്ടുക. ഇന്ത്യ ചരിത്രത്തിൽ ജാമ്യാപേക്ഷ കൊടുക്കാതെ ജാമ്യം കിട്ടിയ ഏക നേതാവ് കെജ്രിവാളാണ്. അത് നരേന്ദ്രമോദിയുടെ ചെകിട്ടത്തടിച്ചതാണ്. ഇന്ന് നരേന്ദ്രമോദി രാജിവെക്കണം, അമിത്ഷാ രാജിവെക്കണം, BJPക്കാർ ഈ പണി നിർത്തിപ്പോണം. കാരണം എന്താണ്? ജാമ്യാപേക്ഷ കൊടുക്കാതെ ജാമ്യം കൊടുക്കുക, വിശേഷാധികാരം സുപ്രീം കോടതി ഉപയോഗിക്കുക, അതിനായിട്ട് കോടതി വിധികൾ ചകഞ്ഞെടുക്കുക, ഗവേഷണം നടത്തുക. ആ ഗവേഷണം നടത്തിയ കോടതി വിധികളിലൂടെ എങ്ങനെയാണ് ഇൻട്രീം ബെയിലിലേക്ക് പോകുന്നതെന്ന് കോടതി കണ്ടെത്തിയിട്ട് കോടതി പറയുന്നത്, ഞങ്ങളിപ്പോൾ വിധി പറയാൻ പോവാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ജൂൺ 1-ന് മുമ്പൊരു വിധി വരാൻ പോവാണ്. ഈ കേസിനകത്ത് ജൂൺ 1-ന് മുമ്പ് അറസ്റ്റുമായി ബന്ധപ്പെട്ടൊരു വിധി വരാൻ പോവാണ്. ആ വിധിയുടെ ബാലൻസിനകത്ത് അപ്പുറത്തേക്കാണ്, കെജ്രിവാളിന് അനുകൂലമായിട്ടാണ്
അതിൻ്റെ ബാലൻസ് ടിൽട്ട് ചെയ്യാൻ പോകുന്നതെന്ന് സൂചന നൽകുന്ന വിധം നിങ്ങളൊരു ബാലൻസ് ഓഫ് കൺവീനിയൻസ് കൊടുക്കുമ്പോൾ അപ്പുറത്താണ് അതിൻ്റെ ടിൽറ്റ് ചെയ്യുന്നതെങ്കിൽ ഇപ്പം തന്നെ റിലീഫ് കൊടുക്കണം. അതാണ് ലോ ഓഫ് ബാലൻസ് ഓഫ് കൺവീനിയൻസ്. അതനുസരിച്ച് കൃത്യമായി ലോ ഓഫ് ബാലൻസ് ഓഫ് കൺവീനിയൻസ് കണക്കാക്കി കൺവീനിയൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ മോചിപ്പിച്ചില്ലെങ്കിൽ പിന്നെ മോചിപ്പിക്കുന്നതുകൊണ്ട് കാര്യമേ ഇല്ല, അന്തിമ തീരുമാനം വരുമ്പോൾ എന്ന തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് സുപ്രീം കോടതി കണ്ടിരിക്കുന്നത്? നിയമവിരുദ്ധമാണ് നടപടി. ഒരു മുഖ്യമന്ത്രി ജയിലിൽ കിടക്കുന്നു, ഒരാൾ ഇപ്പുറത്ത് വേറൊരു മുഖ്യമന്ത്രിയെ ജയിലിലിട്ടിരിക്കുന്നു. പിന്നെ മൂന്നാമത്തെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് പിടിച്ചില്ല എന്ന് ചോദിക്കുന്ന നേതാവിൻ്റെ പേരാണ് ബഹുമാനപ്പെട്ട സ്മൃതിയുടെ പറഞ്ഞത്. ഈ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ജയിലിലടച്ചില്ല എന്ന് 2 കൊല്ലം മുമ്പ് രാംലീല മൈതാനത്ത് നിന്ന് വിളിച്ചു ചോദിച്ചൊരു നേതാവിൻ്റെ പേരാണ് സ്മൃതിയുടെ ഇവിടെ അവതരിപ്പിച്ചത്. മാത്രമല്ല ED എന്ന് പറയുന്നത് കരുവന്നൂർ വന്ന് ഇപ്പോൾ എന്തോ ചെയ്യാൻ പോകുന്നു എന്ന് വ്യാമോഹം പൂണ്ടിയ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അന്നും ഇന്നും എന്നുമെല്ലാം മുഖ്യമന്ത്രിയെ വേട്ടയാടുമ്പോഴും മുഖ്യമന്ത്രിയുടെ മകളെ വേട്ടയാടുമ്പോഴും കരുവന്നൂർ പറയുമ്പോഴും CPMകാരെ വേട്ടയാടുമ്പോഴും ഇങ്ങ് വരട്ടെ, നീതി നടക്കട്ടെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആക്രോശത്തോടുകൂടി ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ അതിൻ്റെ ഭാഗമായ CPMനും ഇടതുപക്ഷത്തിനുമെതിരെ കുരച്ചു ചാടിയ മുഴുവൻ പേർക്കും മോഹമടച്ചടി കൊടുക്കുന്ന ഒരു സുപ്രീം കോടതിയുടെ ഇടപെടൽ എന്ന് പറയുന്നത് വളരെ അഭിമാനത്തോടെ കാണുക. ഒറ്റ വാക്കുകൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തുകൊണ്ട് ഈ വിധി ഉണ്ടാകാൻ കാരണം ഭരണഘടന ഉള്ളതുകൊണ്ടാണ്. ഭരണഘടനയിൽ ഒരു നിയമമുണ്ട്, അതനുസരിച്ച് സുപ്രീം കോടതിക്ക് സവിശേഷ അധികാരമുണ്ട് ടു ഡെലിവർ കംപ്ലീറ്റ് ജസ്റ്റിസ്. അതാണ് സുപ്രീം കോടതി ഭരണഘടനാപരമായി 142 വകുപ്പ് പ്രകാരമുള്ള അധികാരം. ആ അധികാരമാണ് ഇപ്പോഴും ഇവിടെ വിനിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭരണഘടന നിലനിന്നാൽ മാത്രമേ രാജ്യം നിലനിൽക്കൂ, ജനാധിപത്യം നിലനിൽക്കൂ, തെരഞ്ഞെടുപ്പ് നിലനിൽക്കൂ. അതുകൊണ്ട് മോദിക്കെതിരായി, ഇന്ത്യ രാജ്യത്തെ BJPക്കെതിരായി ഭരണഘടനയ്ക്ക് വേണ്ടിയാണ് യുദ്ധം. ഭരണഘടനയുമായിട്ടാണ് കെജ്രിവാൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ആ ഭരണഘടന വിജയിപ്പിക്കാൻ ഇനി നടക്കാൻ പോകുന്ന 261 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലത്തിലും BJP ജയിക്കാതിരിക്കാൻ ആവശ്യമായ ജനവിധിയുടെ മുന്നേറ്റം ഉണ്ടാകണം. CPM പറയുന്നു ഞങ്ങളതിന് തയ്യാർ. ഇപ്പം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPMന് 1 ലക്ഷത്തിലേറെ വോട്ട് കിട്ടിയ ഒരു മണ്ഡലം മഹാരാഷ്ട്രത്തിൽ CPM വികാസ് അഘാഡി സഖ്യത്തിന് വേണ്ടി ഞങ്ങൾ പിന്മാറിയിരിക്കുന്നു. ഐക്യത്തിൻ്റെ അന്തരീക്ഷം ശക്തിപ്പെട്ടിരിക്കുന്നു. ആ പുതിയ അന്തരീക്ഷത്തിലേക്ക് പുതിയ ഇന്ത്യ പറക്കുകയാണ്. ആ ഇന്ത്യ പറക്കുന്നതിനുള്ള കവാടം തുറക്കുകയായിരുന്നു. ജയിൽ കവാടം തുറന്നതോടുകൂടി പുതിയ ഇന്ത്യയുടെ പുതിയ രാഷ്ട്രീയത്തിൻ്റെ കവാടം തുറക്കുകയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചെയ്തത്. വ്യക്തിപരമായ നന്ദിയല്ല, ഇന്ത്യൻ ഭരണഘടനയെ അതിജീവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ശരി, ശ്രീ എസ് സുരേഷ്, ഇപ്പോൾ പകുതി മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു, 1ഉം 2ഉം ഘട്ടങ്ങളിൽ. പൊതുവെ ആളുകൾ അത്ര താല്പര്യക്കുറവോടുകൂടിയാണ് നിൽക്കുന്നത് എന്നൊരു ഫീലുണ്ട്. പോളിംഗ് ശതമാനം കുറവായിരുന്നു. ഇതിനിടയ്ക്കാണ് നിങ്ങൾ ശക്തമായി ആവശ്യപ്പെട്ടിരുന്നത് കേജ്രിവാളിനെ പുറത്തിറക്കരുത് എന്ന്. പക്ഷേ നിങ്ങൾ അങ്ങനെ ആവർത്തിച്ചു പറഞ്ഞിട്ടും കേജ്രിവാളിനെ കോടതി പുറത്തിറക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ എതിരാകുന്നതിൻ്റെ ഒരു സൂചനയായി BJP ഇതിനെ കാണുന്നുണ്ടോ? സ്മൃതി, ഇവിടെ കാണേണ്ടത് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഭരിക്കുന്ന ശ്രീ അരവിന്ദ് കെജ്രിവാൾ അവിടെ തൊട്ടതെല്ലാം തന്നെ കട്ടുതിന്നാനുള്ള അവസരമാക്കി മാറ്റുകയായിരുന്നു. അത് അവിടെ എല്ലാ സർക്കാർ പോളിസികളിലും അഴിമതി വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് ഡൽഹി സംസ്ഥാനം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു അഴിമതിയും സംസ്ഥാനത്തിന് പുറത്തുൾപ്പെടെ ഗോവയും അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശും ഒക്കെയായിട്ട് ചേർന്ന ഒരു വളരെ ദുരൂഹമായിട്ടുള്ളൊരു അഴിമതിയായിരുന്നു ഈ മദ്യ നയ അഴിമതി. ഇതിൻ്റെ പേരിൽ അവിടെ മനീഷ് സിസോഡിയ എന്ന് പറയുന്ന AAPയുടെ നേതാവും ഉപമുഖ്യമന്ത്രിയും കഴിഞ്ഞ 13 മാസമായിട്ട് ജയിലിൽ കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കന്മാരും AAPയുടെ നേതാക്കന്മാരും ഇതുപോലെ ജയിലിൽ കിടക്കുന്നു. ഇവിടെ ഈ അരവിന്ദ് കെജ്രിവാളിന് 9 സമൻസാണ് ED നൽകിയത്. EDയുടെ മുമ്പിൽ ഹാജരായി തനിക്ക് ഇതിൽ കുറ്റക്കാരനല്ലെങ്കിൽ, തനിക്ക് എന്തെങ്കിലും രേഖകൾ കൊടുക്കാനുണ്ടെങ്കിൽ, എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ പറയാൻ 9 സമൻസ് ഈ അരവിന്ദ് കെജ്രിവാളിന് നൽകിക്കഴിഞ്ഞു. എന്നിട്ട് അതിനെയൊക്കെ തന്നെ പുച്ഛത്തോടുകൂടി കണ്ട് അതിനൊക്കെ പുല്ലുവില നൽകി ഈ രാജ്യത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയായി അധികാരത്തിലിരിക്കുന്ന ആൾ ഇവിടുത്തെ ഭരണഘടനയെയും നിയമ സംവിധാനങ്ങളെയും മുഴുവൻ വെല്ലുവിളിച്ച് അഹങ്കാരത്തിൻ്റെയും ദാർഢ്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഇനിയും ഞാൻ കൊള്ളയടിക്കുമെന്നുള്ള രീതിയിലുള്ളൊരു സമീപനമെടുത്ത വ്യക്തിയാണ് അരവിന്ദ് കെജ്രിവാൾ. ഇദ്ദേഹത്തിന് ഇങ്ങനെയുള്ള സ്വഭാവമുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കിയത് അണ്ണാ ഹസാരെയാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹം തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് സഹകരിക്കേണ്ടതില്ല എന്ന് അണ്ണാ ഹസേര പ്രഖ്യാപിക്കുകയും അണ്ണാ ഹസേര ഇദ്ദേഹവുമായിട്ട് വിടുതൽ വാങ്ങുകയും ചെയ്തത് ഇദ്ദേഹം ഒരു ബോൺ കറപ്റ്റാണ് എന്ന് അണ്ണാ ഹസേരയ്ക്ക് ആദ്യം ബോധ്യമായതുകൊണ്ടാണ്.
അതിനുശേഷം യോഗേന്ദ്ര യാദവും പ്രശാന്ത് ഭൂഷണും ആനന്ദ് കുമാറും അജിത് ഝായും ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇയാൾ ഏകാധിപതിയാണ്, ഇയാൾ അവസരവാദിയാണ് എന്ന് പറഞ്ഞിട്ടാണ് AAP വിട്ടുപോയത് എന്നുള്ളത് അറിയാൻ വയ്യാത്തവരല്ല നമ്മളാരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരവാദിയും ഏകാധിപതിയും അഴിമതിക്കാരനുമായിട്ടുള്ള ഒരാൾ അഴിമതി വിരുദ്ധമായിട്ടുള്ള പ്ലാറ്റ്ഫോമിലൂടെ അധികാരത്തിലേറി അതിന് ഘടകവിരുദ്ധമായി ഒരു നാടിനെ മുഴുവൻ മുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്കെതിരെ ഈ രാജ്യത്ത് ഭരണഘടനാപരമായിട്ട് BJP വരുന്നതിന് മുമ്പ് തന്നെ സ്ഥാപിക്കപ്പെട്ട എൻഫോഴ്സ്മെന്റ് അദ്ദേഹം പറയട്ടെ, പറഞ്ഞു കഴിയട്ടെ. വരാം വിനോദ്. അങ്ങേരുടെ നിർത്താൻ പറയുന്നത് എൻ്റെ അവസരമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ED ഈ BJP വരുന്നതിന് മുമ്പ് ഉണ്ടാക്കിയ നിയമം വെച്ച് BJP വരുന്നതിന് മുമ്പുണ്ടായ ED ഇതുപോലെ PMLA കേസ് വഴി ഒരു പ്രതിയെ കേജ്രിവാളിന്റെ പ്രതികരണം. ഓക്കെ, എനിക്ക് അവസരം തന്നെ ഇത് കഴിഞ്ഞിട്ട്. हम सब लोग हनुमान मंदिर जाएंगे कनॉट प्लेस में। मैं सभी लोगों से अपील करता हूं कि सब लोग आएं, सब लोग हनुमान जी का आशीर्वाद लेंगे और 1 बजे पार्टी ऑफिस जाएंगे। पार्टी ऑफिस में प्रेस कॉन्फ्रेंस होगी और कल शायद साउथ दिल्ली में रोड शो है, उस रोड शो में पार्टिसिपेट करूंगा भगवंत मान साहब के साथ। മുന്നിലെത്തിയിരിക്കുന്നു. അവിടെ നിന്നുള്ള പ്രതികരണമാണ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. 11 മണിക്ക് ഹനുമാൻ മന്ദിറിൽ സന്ദർശനം, 1 മണിക്ക് മാധ്യമങ്ങളെ കാണൽ, വൈകിട്ട് അതിനുശേഷം റോഡ് ഷോ ഉണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. സുരേഷ്, ഇപ്പോൾ താങ്കൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അതിപ്പോൾ കോടതിയിലും ED പറഞ്ഞ കാര്യങ്ങളാണല്ലോ. പക്ഷെ അത് പറഞ്ഞ ശേഷവും കോടതി പറഞ്ഞ കാര്യത്തിലേക്കാണ് ഞാൻ ചോദ്യം ഉന്നയിക്കുന്നത്. 2022 കേസ് ഉണ്ടായത്. നിങ്ങൾക്ക് കേജ്രിവാളിനെ നേരത്തെ അറസ്റ്റ് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അറസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് സമയം തന്നെ തിരഞ്ഞെടുത്തതിൽ രാഷ്ട്രീയം കോടതിക്ക് ബോധ്യമായിരിക്കുന്നു. നിങ്ങളുടെ പൊളിറ്റിക്കൽ മാസ്റ്റേഴ്സിന്റെ താല്പര്യത്തിനനുസരിച്ച്, സൗകര്യത്തിനനുസരിച്ചാണ് ഈ അറസ്റ്റ് ഉണ്ടായതെന്ന് കോടതിക്ക് ബോധ്യമായിരിക്കുന്നു. അതായത് പ്രതിപക്ഷം പറയുന്ന കാര്യം കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗിക്കുന്നു ഈ സർക്കാർ എന്നുള്ള വാദത്തിന് ശക്തി പകരുന്നതല്ലേ ഈ കോടതി ഉത്തരവ്, കോടതി വിധി? സ്മൃതി, ഇതിൽ എനിക്ക് ഇത് കാരണം ഞാൻ ഒഴികെ ബാക്കി എല്ലാവരും നരേന്ദ്രമോദി സർക്കാരിനെയും ഒക്കെ ഇതിലൂടെ കൂട്ടിക്കെട്ടാനും BJPക്കെതിരായിട്ട് ഇതിനെ കൊണ്ടുപോകാനും ശ്രമിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എനിക്ക് അർഹിക്കുന്ന സമയം തരുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇവിടെ നമ്മളൊന്ന് കാണേണ്ടത്, സുപ്രീം കോടതി ഇന്നേ വരെയുള്ള എല്ലാ കോടതികളും ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തതും ഇദ്ദേഹത്തിന് 6 ദിവസം EDയുടെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തതുമൊക്കെ ഈ കോടതികളാണ്. അറസ്റ്റ് ചെയ്ത ദിവസം തന്നെ ഹൈക്കോടതിയിൽ പോയിട്ട് അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടു. അത് ഹൈക്കോടതി തള്ളി. ഇന്ത്യയിലെ സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള എല്ലാ കോടതികളും ഇദ്ദേഹം പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാതെ ഇദ്ദേഹത്തിനെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് ഒരു സാധാരണ ക്രിമിനൽ, സാധാരണ അഴിമതിക്കാരൻ, സാധാരണ കൊള്ളക്കാരൻ, അയാൾക്ക് എന്തൊക്കെയാണോ നിയമപരമായിട്ട് കിട്ടേണ്ടത് അതിന് മുഴുവൻ അർഹതയുള്ള ആളാണ് കെജ്രിവാൾ എന്ന നിലയിലുള്ള നിലപാടാണ് ഈ സുപ്രീം കോടതി വരെയുള്ള എല്ലാ കോടതികളും ഇതുവരെ എടുത്തിട്ടുള്ളത്. ഒരു കോടതിയും ഇതിന്റെ മെറിറ്റിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. ശ്രീ സുരേഷ്, അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, ഒളിച്ചോടുന്നില്ല, ഇവിടെയുണ്ട് എന്നതടക്കമുള്ള പ്രയോഗങ്ങൾ പൊതുമുതൽ കട്ടു തിന്നുന്നവനെ പൊതുമുതൽ കട്ടു തിന്നുന്നവനെ ഞാൻ വിളിക്കുന്നത് കൊള്ളക്കാരനാണെന്ന്. കെജ്രിവാൾ ആയതുകൊണ്ട് സത്യസന്ധനെന്ന് വിളിക്കാൻ പറ്റില്ല. സ്മൃതി പരുത്തിക്കാട് വിളിച്ചോളൂ. കട്ട് തിന്നുന്നവന്മാരെല്ലാം കള്ളന്മാരല്ല, സത്യസന്ധന്മാരാണെന്ന് നിങ്ങൾ വിളിച്ചോളൂ. ഞാൻ അത് വിളിക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടരുത്. അത് എന്റെ സംസ്കാരമല്ല. കള്ളന്മാരെന്ന് വിളിക്കുന്ന സംസ്കാരമാണ് എന്ന് താങ്കൾ വിശേഷിപ്പിച്ച കേജ്രിവാളിന് ഈ തെരഞ്ഞെടുപ്പിൽ ഡോളർ കടത്ത് നടത്തിയാലും അതോടൊപ്പം തന്നെ ലിക്വർ കടത്ത് നടത്തിയാലും കള്ളന്മാർ തന്നെയാണ്. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനിറങ്ങാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്നുള്ള കാര്യം കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ട് നേരത്തെ ഉണ്ടായില്ല? എന്തുകൊണ്ട് വൈകി തീരുമാനിച്ചില്ല? അപ്പോൾ തിരഞ്ഞെടുപ്പ് സമയം തന്നെ നിങ്ങൾ നിശ്ചയിച്ചത് നിങ്ങളുടെ ദുരുദ്ദേശം കൊണ്ടാണെന്ന് കോടതിക്ക് ബോധ്യമായിരിക്കുന്നു. അത് 15ാമത്തെ പാരഗ്രാഫിൽ അരവിന്ദ് കെജ്രിവാളിനോടും അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനോടും സുപ്രീം കോടതി തന്നെ ചോദിച്ചിട്ടുണ്ട്, 9 സമൻസ് കിട്ടിയപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഹാജരായില്ല? 9 സമൻസ് 6 മാസമായിട്ട് സമൻസും വാങ്ങിച്ചു കൊണ്ടിരിക്കുന്ന കെജ്രിവാൾ
എന്തുകൊണ്ട് ഈ ഹാജരായില്ല എന്ന ചോദ്യത്തിന് ഉത്തരം തേടേണ്ടത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയുടെ തന്നെ ചോദ്യമാണ്. അപ്പോൾ കെജ്രിവാൾ ഒരു നാടകം കളിക്കുകയായിരുന്നു. ഇലക്ഷൻ സമയത്ത് ഇത് കൊടുക്കാതിരുന്ന് അറസ്റ്റ് വരുത്തി, അറസ്റ്റിൻ്റെ പേരിൽ വീരപരിവേഷം നൽകി അഴിമതിക്കാരൻ വീരപരിവേഷത്തോടുകൂടി പുറത്തു വരുന്ന ഈ നാടകത്തിന് വേണ്ടിയുള്ള ഗൂഢാലോചന നടത്തുകയായിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് നമ്മുടെ ലിജുവിൻ്റെ പാർട്ടിക്കാരുടെ അഭിപ്രായ പ്രകാരമുള്ള ആഫ്രിക്കക്കാരെ പോലെ ഇരിക്കുന്ന ഹേമന്ത് സോറന് എന്തുകൊണ്ട് ഇതുപോലെ സ്വയം ഒരു ജാമ്യാപേക്ഷ എടുപ്പിച്ച് അദ്ദേഹത്തെ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല? അതുപോലെ തന്നെ താങ്കൾ ഹേമന്ത് സോറനെ ആ രൂപത്തിൽ പറഞ്ഞത് അങ്ങനെ ഒരു കോൺഗ്രസ് നേതാവും പറഞ്ഞിട്ടില്ല. ഹേമന്ത് സോറൻ എന്നൊരു രാഷ്ട്രീയ നേതാവിനെ എടുത്തു പറഞ്ഞിട്ടില്ല. അത് താങ്കളാണ് പറയുന്നത്. അത് താങ്കളാണ് പറയുന്നത്. തള്ളിയാൽ തള്ളിയതാവോ? ഒരു കോൺഗ്രസിന്റെ അന്താരാഷ്ട്ര നേതാവ് പറയുമ്പോൾ അങ്ങ് തള്ളിയതാവോ? സ്ഥാനത്തിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തിരിക്കുന്നു. ഞാനും നിങ്ങൾ കേട്ടതല്ലേ? അല്ലല്ല, താങ്കൾ ഈ രൂപത്തിൽ ചർച്ചയിൽ സംസാരിക്കരുത്. ഞാൻ താങ്കളോട് അഭ്യർത്ഥിക്കുകയാണ്. താങ്കളിലേക്ക് വരാം. പിട്രോഡയെ പോലെയുള്ള ഒരു കോൺഗ്രസ് നേതാവ് അധിക്ഷേപിച്ച ഹേമന്ത് സോറാനെ പോലെയുള്ള ആൾക്കാർക്ക് ഇത്രയും കാലമായി ഇന്ന് വൈകിട്ട് പോലും താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ സുപ്രീം കോടതി നിങ്ങൾ എനിക്കെതിരെ എല്ലാവരെയും നിരത്തിയിരുത്തിയിട്ട് എനിക്ക് കുറെ നേരമായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഇടപെടാതിരുന്നാൽ എനിക്ക് പറയേണ്ട പോയിന്റ് ഞാൻ 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാം. അപ്പോ AAPയുടെ തന്നെ നേതാവായിട്ടുള്ള മനീഷ് സിസോഡിയ എന്തുകൊണ്ട് 13 മാസമായി പുറത്തു വന്നിട്ടില്ല? അപ്പോൾ കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു കൊള്ളക്കാരന്, ഒരു അഴിമതിക്കാരന് മാത്രം എന്ത് പ്രിവിലേജ് ആണ് കിട്ടിയത് എന്നുള്ളൊരു ചോദ്യം ഈ മാന്യമായിട്ട് സംസാരിക്കാൻ മൂന്നാമത്തെ തവണയാണ് ഇയാൾ അവിടെ ഇരുന്നുകൊണ്ട് കൊള്ളക്കാരനൊക്കെ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അയാളോടൊക്കെ കൊച്ചു പിള്ളേരെ പോലെ കൂവി വിളിക്കാതിരിക്കാൻ പറ. സുരേഷ്, ഇവിടെ എല്ലാവരും സഭ്യമായ ഭാഷയാണ് ഉപയോഗിക്കുന്നത്. താങ്കളുടെ നിലപാടാണോ താങ്കളുടെ പാർട്ടിയുടെ നിലപാടാണോ ഈ കാണിക്കുന്നത് ഈ രൂപത്തിലെ ഭാഷയിൽ? കെജ്രിവാളിന് തിഹാർ ജയിലിൽ എന്താ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം കൊടുക്കണമെന്ന് പറഞ്ഞ് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി പോയിരിക്കുന്നു. കെജ്രിവാളിന് AAPക്കാരായിട്ടുള്ള അഴിമതിക്കാരെ മുഴുവൻ അവിടെ നിന്ന് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ഓഫീസ് തുടങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞ് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ഹർജി പോയിരിക്കുന്നു. ഈ ഹർജിക്ക് ഇനി അപ്പീലായിട്ട് സുപ്രീം കോടതിയിൽ പോകും സ്മൃതി. അപ്പോൾ സുപ്രീം കോടതി ഇനിയിപ്പോൾ ഡൽഹി മുഖ്യമന്ത്രിക്ക് തിഹാർ ജയിലിൽ ഓഫീസ് ഒരുക്കി കൊടുക്കുമോ? അവിടെ നിന്ന് രാജിവെക്കാതെ ഹിമന്ത് സോറാനെ പോലെയുള്ള ഇവിടത്തെ ആഫ്രിക്കൻ കളറുള്ള ആൾക്കാരെന്ന് കോൺഗ്രസ്സുകാർ പറയുന്ന വ്യക്തികൾ മാന്യത കാണിച്ചു. ഒരു അഴിമതി കേസിൽ ആരോപണ വിധേയമായപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ടാ ജയിലിലേക്ക് പോയത്. ലല്ലു പ്രസാദ് യാദവ് പോലും മര്യാദ കാണിച്ചു. സ്വന്തം ഭാര്യയാണ് ഇരുത്തിയതെങ്കിലും അഴിമതി ആരോപണം വന്നപ്പോൾ രാജിവെച്ചിട്ട് പോയി. ഇങ്ങനെയുള്ള കേജ്രിവാളിന്റെ രാജിയാണ്. മുഖ്യമന്ത്രിയായി ജയിലിലേക്ക് കേജ്രിവാൾ പോകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചില്ല. ആ പ്രതീക്ഷയാണ് അസ്ഥാനത്തായത്. അതാണ് കേജ്രിവാളിന് ഇപ്പോൾ ഈ പുറത്തേക്കിറങ്ങലിനും സഹായകമായിരിക്കുന്നത് എന്നാണ് ആപ്പ് കരുതുന്നത്. ശരി സുരേഷ്, പിന്നീട് വരാം. തിഹാർ ജയിലിൽ നിന്ന് ഡൽഹി ഭരിക്കാമെന്ന് ഈ അരവിന്ദ് കെജ്രിവാൾ തീരുമാനിച്ചിരിക്കുന്നത്. അല്ല, ജയിലിൽ നിന്ന് ഭരിച്ചു. ജയിലിൽ നിന്ന് തന്നെയാണ് ഭരിച്ചത്. ജയിലിൽ നിന്നാണ് ഭരിച്ചത്. അതിന് കോടതി തടസ്സം നിന്നിട്ടുമില്ലല്ലോ സുരേഷ്. ജയിലിൽ നിന്നാണ് ഭരിച്ചത്. അതിന് കോടതി തടസ്സം നിന്നിട്ടുമില്ലല്ലോ. ഞാനൊന്ന് സുപ്രീം കോടതി അഭിഭാഷകനിലേക്ക് പോകുന്നു. സുരേഷ് സഹകരിക്കണം. അടുത്ത ഘട്ടത്തിൽ വരാം. അടുത്ത ഘട്ടത്തിൽ വരാം. താങ്കൾ പറഞ്ഞ 1 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു. 4 മിനിറ്റായി. ഇല്ല, താങ്കളിലേക്ക് പിന്നെ വരാംന്നേ. ഒന്ന് അടങ്ങൂ. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഇടക്കാല ജാമ്യം അത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മാത്രമാണ്. അതല്ലാതെ ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്കല്ല കേജ്രിവാൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ആപ്പിലെ പ്രധാനപ്പെട്ട നേതാവെന്ന നിലയ്ക്കാണ്. ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ നിരീക്ഷണം അല്ലെങ്കിൽ പ്രതികരണം എന്താണെന്നാണ് താങ്കൾ കരുതുന്നത്? ഇതിൽ BJPയുടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ അജണ്ട കോടതിക്ക് ബോധ്യമായി എന്ന ഈ വിധിയിൽ നിന്ന് മനസ്സിലാക്കാമോ? പേഴ്സണൽ ലിബർട്ടി വളരെ പ്രധാനപ്പെട്ട ഒരു അവകാശമാണ്. ഭരണഘടന തന്നിരിക്കുന്ന അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമാണ് ജീവിക്കാനുള്ള അവകാശം, പൗരസ്വാതന്ത്ര്യം.
ആ പൗര സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു വിധി ആയതുകൊണ്ട് എല്ലാവരും അത് സ്വാഗതം ചെയ്യേണ്ടതാണ്. അത് കുറച്ച് വൈകിപ്പോയി എന്ന ഒരു അഭിപ്രായം എനിക്കുണ്ട്. ഒരു നിയമ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഇദ്ദേഹത്തെ 1 മാസത്തിൽ കൂടുതൽ എന്തിനായിരുന്നു ജയിലിൽ കിടത്തിയത് എന്നൊരു ചോദ്യത്തിന് സുപ്രീം കോടതി വ്യക്തമായ ഉത്തരം നൽകുന്നില്ല. ഈ ഒരു കാര്യം ഇന്ന് കൊടുത്ത ആ ബെയില് നേരത്തെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന സമയത്ത് തന്നെ അതിൻ്റെ ലീഗാലിറ്റി, അതിൻ്റെ ആ എന്ത് റീസണിന്റെ പുറത്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്, ആ റീസൺസ് ഡിസ്ക്ലോസ് ചെയ്യാൻ കഴിയുന്നില്ല. കേജ്രിവാളിന്റെ പക്ഷത്ത് നിന്ന് എന്തെങ്കിലും പ്രൊസീഡ്സ് ഓഫ് ദ ക്രൈം എന്ന് പറയും, എന്തെങ്കിലും അതിന്റെ പണത്തിന്റെ കൈപ്പറ്റി എന്ന് പറയുന്നത് എന്തെങ്കിലും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. തെളിവുകളെന്ന് പറഞ്ഞ് ED പറയുന്ന കാര്യങ്ങൾ നേരത്തെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം കാണിച്ചു കൊടുത്ത സമയത്ത് സുപ്രീം കോടതിക്ക് വളരെ നേരത്തെ തന്നെ, ജസ്റ്റിസ് കൃഷ്ണയ്യരെ പോലുള്ളവരായിരുന്നെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അന്ന് തന്നെ ആദ്യത്തെ ദിവസം തന്നെ കൊടുക്കേണ്ടിയിരുന്ന ഒരു ജാമ്യമാണ്. കാരണം ജാമ്യം കൊടുക്കുക എന്നുള്ളത് എല്ലാ പൗരന്മാരും, അത് ഒരാള് കുറ്റക്കാരൻ എന്ന് കോടതി കണ്ടെത്തുന്നത് വരെ നിരപരാധിയാണ്. ഇവിടെ നേരത്തെ അദ്ദേഹത്തെ ഈ ഡൽഹി മുഖ്യമന്ത്രിയെ ചില വിശേഷണങ്ങൾ ഉപയോഗിച്ച് ഇതിനോട് ഞാൻ തീർത്തും വിയോജിക്കുകയാണ്. കാരണം മുഖ്യമന്ത്രി ആയതുകൊണ്ടല്ല, ഏതൊരു പൗരനും നിയമത്തിന്റെ മുന്നിൽ നിരപരാധി കുറ്റം തെളിയിക്കപ്പെടുന്നത് വരെ. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സിറ്റിംഗ് ചീഫ് മിനിസ്റ്ററെ അറസ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മൾ വേറൊരു കാര്യവും കണ്ടു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പബ്ലിക്കായിട്ട് മീറ്റിങ്ങിൽ, അത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു ജനസമൂഹത്തെ കൃത്യമായിട്ട് പേരെടുത്ത് പറഞ്ഞ് അതിൻ്റെ ആ ഓഫൻസ് എല്ലാം മേക്കൗട്ട് ചെയ്യുന്ന രീതിയിലുള്ള നിരീക്ഷണങ്ങൾ, പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുന്ന പാർട്ടിക്കാണ് ഇതുവരെ അവർ റിപ്ലൈ കൊടുത്തിട്ടില്ല. പ്രധാനമന്ത്രി വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഫസ്റ്റ് ടൈം ആയിട്ട് പല കാര്യങ്ങളും നടക്കുന്നു. ഇവിടെ കേജ്രിവാളിന്റെ കേസ് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ വാദിച്ചത് ഒരു അറസ്റ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട് എന്നതുകൊണ്ട് മാത്രം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസിന് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു റീസൺ ടു ബിലീവ് എന്ന് പറയുന്നുണ്ട് സെക്ഷൻ 19-ൽ. അത് എന്തായിരിക്കണം? അത് സുപ്രീം കോടതി നിരീക്ഷിച്ചത്, ആ റീസൺ എന്ന് പറയുന്നത് അതിന്റെ ത്രഷോൾഡ് വളരെ കൂടുതലാണ്. കാരണം ബെയിൽ കിട്ടുന്നത് വളരെ പ്രയാസകരമാണ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ കീഴിൽ. അതുകൊണ്ട് ആ ബെയിൽ കണ്ടീഷൻസ് വളരെ പ്രയാസമായതുകൊണ്ട് ഇതിന്റെ ബാക്കി കണ്ടീഷൻസ്, അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനു മുമ്പ് വിളിച്ചു വരുത്തുമ്പോൾ ഉള്ള ആ കണ്ടീഷൻസ് ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. അതിന്റെ പുറത്ത് നിയമം വ്യാഖ്യാനിക്കാൻ സമയമെടുക്കുന്നു. അതുകൊണ്ട് ഇടക്കാല ഉത്തരവ് കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇനി ഇതിനകത്ത് ഇത്ര ഒരു നിയമത്തിന്റെ രീതിയിലൂടെ നോക്കും. ഇപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കിട്ടിയത്, ഈ ബെയിൽ കിട്ടിയത് നമ്മളെല്ലാം സന്തോഷിക്കുന്നു. പക്ഷെ ഒരു നിയമ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ ഞാൻ നോക്കുമ്പോൾ ഹാർദിക് പട്ടേൽ എന്നുള്ള ഒരു നേതാവ് ഗുജറാത്തിൽ നിന്നുള്ള അദ്ദേഹത്തിനെ ഒരു കോടതി ശിക്ഷിച്ചത് മേൽക്കോടതി സ്റ്റേ ചെയ്യാനായിട്ട് കോടതി അദ്ദേഹം അപ്രോച്ച് ചെയ്ത് കിട്ടിയില്ല. സുപ്രീം കോടതിയിൽ വന്ന് സ്റ്റേ മേടിച്ചു, കൺവിക്ഷൻ, അത് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ആ വിധി സ്റ്റേ മേടിച്ചിട്ടാണ് ഇലക്ഷന് മത്സരിച്ചത്. അദ്ദേഹം പിന്നെ BJP-യിൽ ചേരുകയായിരുന്നു. ഇവിടെ കേജ്രിവാൾ കുറ്റക്കാരനാണെന്നൊരു കണ്ടെത്തൽ നടന്നിട്ടില്ല. പിന്നെ നേരത്തെ ശ്രീ അനിൽകുമാർ പറഞ്ഞിരുന്നു, ആദ്യമായിട്ടാണ് സുപ്രീം കോടതി ഒരു ബെയിൽ ആപ്ലിക്കേഷൻ ഇല്ലാതെ ബെയിൽ കൊടുക്കുന്നതെന്ന്. സുപ്രീം കോടതി ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നമ്മൾ കാണേണ്ടത് മുഖ്യമന്ത്രിക്ക് മാത്രമല്ല, ഇവിടുത്തെ സാധാരണ പൗരന്മാർക്ക്, എല്ലാ പൗരന്മാർക്കും പൗരാവകാശമുണ്ട്. അത് പ്രധാനമന്ത്രിയാണെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്താലും കേരളത്തിലെ ഭരണകൂടം ചെയ്താലും. ഗ്രോ വാസു എന്നൊരു പേര് അദ്ദേഹത്തിന് ഓർമ്മയുണ്ടോ എന്നറിയില്ല, അദ്ദേഹം ബെയിൽ ആപ്ലിക്കേഷൻ ഒന്നും ഫയൽ ചെയ്തില്ല. അത് കോടതി വെറുതെ വിടുകയായിരുന്നു. അപ്പോൾ നമ്മൾ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യം പറയുമ്പോൾ ഗ്രോ വാസുവിന്റെ കാര്യം കൂടി പറഞ്ഞാൽ നന്നായിരിക്കുമെന്ന് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ശരി, തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. എത്താം ശ്രീ വിനോദ് മാത്യു, താങ്കൾക്ക് സുരേഷിന് മറുപടി നൽകാം. അതോടൊപ്പം അറസ്റ്റ് ശരിയാണോ എന്നത് മാത്രമാണെന്ന് കോടതി പരിശോധിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പില്ലായിരുന്നുവെങ്കിൽ ഈ ഇടക്കാല ജാമ്യം ആലോചിക്കുകയില്ലായിരുന്നു എന്നാണ് ജസ്റ്റിസ് ദീപാങ്കർ മേത്ത എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മാത്രമുള്ള ജാമ്യമാണ്, ഇടക്കാല ജാമ്യമാണ്. സുരേഷ് എന്ന് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം എന്നെ അദ്ദേഹം അയാളെന്നൊക്കെയാണ് സംബോധന ചെയ്തത്. അതുകൊണ്ട് തിരിച്ച് ഞാൻ അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കണം. അയാൾക്ക് പറയാനുള്ള മറുപടി ഇങ്ങനെയാണ്. അദ്ദേഹം ഇവിടെ പറഞ്ഞു വെച്ചത് പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയെന്നാണ്. സത്യത്തിൽ ഇദ്ദേഹം അഡ്വക്കേറ്റ് ആണെന്നാണ് പലപ്പോഴും ഞാൻ ചർച്ചകൾ കണ്ടിട്ടുള്ളത്. കോടതിയുടെ വരാന്ത കയറി പോയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരെന്ന് കണ്ടെത്തിയെന്ന്. ഇത് എവിടുത്തെ വക്കീലാണ്? എങ്ങനെയാണ് ഇദ്ദേഹം LLB ബിരുദം കിട്ടിയിട്ടുള്ളത്? കോടതി എവിടെയാ പറയുക പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരനാണ്? പ്രാഥമിക കേസുണ്ടെന്ന് പറഞ്ഞാൽ കുറ്റക്കാരനാണെന്നാണോ നിയമം അറിയാവുന്ന സുരേഷിനെ പോലെയൊക്കെയുള്ളവർ പറയുന്നത്? അതിൽ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ എനിക്ക് അറിയത്തില്ല. രണ്ടാമത്തെ വിഷയം, അങ്ങനെയാണെങ്കിൽ സൊഹ്റാബ്ദീൻ ഷെയ്ഖ് വധക്കേസിൽ CBI കുറ്റപത്രത്തിൽ പേര് വരികയും ജയിലിൽ പോവുകയും ചെയ്ത ആളാണ് ഇദ്ദേഹത്തിന്റെ ഗുണ്ടാ നേതാവായ, ഇന്ത്യ കണ്ട വർഗീയവാദിയായ, കൊള്ളക്കാരനായ ഈ അമിത്ഷാ എന്ന് പറയുന്ന മനുഷ്യൻ.
അദ്ദേഹം ജയിലിൽ പോയിട്ടുള്ള ആളാണ്. പിന്നീട് അദ്ദേഹം CBI കോടതി അദ്ദേഹം കുറ്റവിമുക്തനാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ആ സമയത്ത് ജയിലിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ കുറ്റവാളിയാണ്, അദ്ദേഹം കുറ്റക്കാരനാണ് അദ്ദേഹം ഇപ്പം പറയില്ലല്ലോ. അപ്പോൾ ട്രയൽ നടക്കുന്ന കേസിൽ, വിചാരണ നടക്കാൻ പോകുന്ന കേസിൽ, കുറ്റപത്രം സമർപ്പിക്കാൻ പോകുന്ന കേസിൽ ഒരു ഡൽഹി മുഖ്യമന്ത്രിയെ, ഒരു രാഷ്ട്രീയ നേതാവിനെ, ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു മനുഷ്യനെ ഇത്തരത്തിൽ പറയുന്നത് അങ്ങേയറ്റം മ്ലേച്ഛമാണ്. പിന്നെ സുരേഷിന് ഇത് പറയാം, കാരണം സുരേഷ് നിയമസഭയിൽ മത്സര സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ്, വീഡിയോ ഞാൻ സെർച്ച് ചെയ്യാൻ പക്ഷെ കിട്ടിയില്ല. സുരേഷ് ഗോപിക്കൊപ്പം ഒരു വീട്ടിൽ ഓട്ടി ഓടിക്കാൻ ചെന്നു. അപ്പോൾ ഒരു പ്രായമുള്ള സ്ത്രീ സുരേഷിന് ഓട്ടില്ല എന്ന് പറഞ്ഞു വിട്ടപ്പോൾ ഇളിഭ്യ ചിരിയോടുകൂടി പോകുന്ന സുരേഷിന്റെ വീഡിയോ അന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നാളിതുവരെ ഒരു സ്ഥലത്തും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല, ജനങ്ങളുടെ അംഗീകാരം തേടിയിട്ടില്ല, കിട്ടിയിട്ടുമില്ല. പക്ഷേ ജനങ്ങളുടെ അംഗീകാരം 5-10 വർഷത്തിൽ നേടുകയും മറ്റു പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നേടുകയും ഗുജറാത്തിൽ 13% വോട്ട് നേടുകയും ചെയ്ത ജനങ്ങളുടെ മുഖ്യമന്ത്രിയായ ഒരു മനുഷ്യനെ ഇത്തരത്തിലൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ആക്ഷേപിക്കുന്നതിനുള്ള ആദ്യത്തെ വിയോജിപ്പായി രേഖപ്പെടുത്തുകയാണ്. മര്യാദയ്ക്കും മാന്യമായി സംസാരിക്കാൻ പഠിക്കണം. പിന്നെ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഇവിടെ എന്താ BJPയുടെ പ്രശ്നം എന്താണ്, എന്തിനാണ് ഈ അരവിന്ദ് കെജ്രിവാൾ ഇവർ പേടിക്കുന്നറിയാമോ? സ്മൃതി, നമുക്കറിയാം ഇതിന്റെ ആദ്യഘട്ട ഇലക്ഷൻ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞു വെക്കാൻ തുടങ്ങിയ ഒരു വാദം അതായിരുന്നു. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയത്ത് കേരളത്തിൽ ഉൾപ്പെടെ വന്നതിന് ശേഷം നരേന്ദ്രമോദി പറഞ്ഞെന്താണ്, മോദി കാ ഗ്യാരണ്ടിയെ പറ്റി സംസാരിച്ചത്. എനിക്കറിയാം, ഞാൻ മനസ്സിലാക്കി ഫെബ്രുവരി 3, 2024 അദ്ദേഹം ഒഡീഷയിലെ സബൽപൂരിൽ ആദ്യത്തെ പ്രസംഗം പ്രസംഗിച്ചിട്ടാണ് ഈ മോദി ഗ്യാരണ്ടിയെ പറ്റി വിശദമായി സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് പ്രസംഗം അതായിരുന്നു. അവിടെ അദ്ദേഹം പറഞ്ഞു 4 കോടി വീട് കൊടുത്തു, അതുപോലെ കർഷക സംരക്ഷണത്തെ പറ്റി സംസാരിച്ചു, ദരിദ്രർക്ക് പിന്തുണ കൊടുക്കുന്ന ബഡ്ജറ്റിനെ പറ്റി സംസാരിച്ചു, അതുപോലെ ഇനിയും അധികാരത്തിൽ വന്ന സ്ത്രീ സുരക്ഷ, ഇതുവരെയുള്ള സ്ത്രീ സുരക്ഷ നമ്മൾ കണ്ടതാണ്, മണിപ്പൂരിലും അതുപോലെ സാക്ഷി മാലിക്കിന്റെ നമ്മൾ കണ്ടതാണ്. പക്ഷെ വീണ്ടും പറയുകയാണ്, ഞങ്ങൾ അധികാരത്തിൽ വന്ന സ്ത്രീ സുരക്ഷ നൽകും. ലഖ്പതി ദീദി എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെ നടത്തി. അതായത് ഈ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ലക്ഷാധിപതിയാക്കുന്ന ഒരു സംവിധാനം ഞങ്ങൾ ചെയ്യാൻ പോകുന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം മോദിക്ക് ആ ഗ്യാരണ്ടിയെ പറ്റി വിശദമായി സംസാരിച്ചു. അതിനുശേഷം 2-3 ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇപ്പം എവിടെ വന്ന് നിൽക്കുന്നത് നമ്മൾ കാണുകയല്ലേ. ഇന്ത്യ കണ്ടതിൽ ഏറ്റവും മോശപ്പെട്ട വർഗീയ പരാമർശം നടത്തുന്ന ഒരു പ്രധാനമന്ത്രിയായി മാറിയിരിക്കുന്നു. ഇന്നലെ പറഞ്ഞൊരു പരാമർശം സത്യത്തിൽ എന്തോ ഒരു മ്ലേച്ഛമാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സെലക്ഷൻ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുമെന്ന് എന്തൊരു വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നോക്കൂ. അതുപോലെ തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങളെ 400 സീറ്റ് വാങ്ങിച്ചില്ലെങ്കിൽ വീണ്ടും രാമക്ഷേത്രം, അവിടെ ബാബറി മസ്ജിദ് അവിടെ വീണ്ടും ഉണ്ടാവും, രാമക്ഷേത്രത്തിന് പൂട്ടിടും, 370 ആർട്ടിക്കിൾ തിരിച്ചു കൊണ്ടുവരും. അതുപോലെ തന്നെ ഏറ്റവും സങ്കടകരമായ വസ്തുത, ഷെയർ ഓഫ് റീജിയണൽ മൈനോറിറ്റീസ് അക്രോസ് കൺട്രി അനാലിസിസ് എന്ന തലക്കെട്ടിൽ ഇറങ്ങിയ പ്രധാനമന്ത്രിയുടെ ഉപദേശക സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ സംഖ്യ വർദ്ധിക്കുന്നു. ഒരു സെൻസസും നടന്നിട്ടില്ല, സെൻസസിന്റെ അടിസ്ഥാനത്തിലുമല്ല. അപ്പൊ ഇത്തരത്തിൽ ജനങ്ങളെ വിഘടിപ്പിക്കുന്ന, വർഗീയ ചേരിവ് നടത്തുന്ന, പരാമർശങ്ങൾ നടത്തുന്ന ഒരു പ്രധാനമന്ത്രിയെ നമ്മൾ ആദ്യഘട്ടത്തിന് ശേഷം കാണുന്നു. അപ്പൊ ഇവർക്ക് മനസ്സിലായി ഇത്തരത്തിൽ ജയിക്കാൻ കഴിയത്തില്ല, സാഹചര്യമില്ല. അവിടേക്ക് ഉത്തരേന്ത്യയിൽ നമുക്കറിയാം, കേരളത്തിലും അതുപോലെ തന്നെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളും കേജ്രിവാളിന് വലിയ പിടിയില്ല, അല്ലെങ്കിൽ കേജ്രിവാൾ വലിയൊരു ഫിഗർ അല്ല അവിടുത്തെ. പക്ഷെ കേജ്രിവാൾ എവിടെയാണ് ഇനിയും പോകാൻ പോകുന്നത്? ഡൽഹിയിൽ, UP-യിൽ, അവിടെയാണ് മത്സരം നടക്കാൻ പോകുന്നത്. ആ മത്സരം നടക്കാൻ പോകുന്ന സ്ഥലങ്ങളിൽ കേജ്രിവാൾ ഇറങ്ങുന്ന സമയത്ത് മതേതര മുന്നണിയുടെ മുഖമായി രാഹുൽ ഗാന്ധിക്കൊപ്പം നടക്കുന്ന കേജ്രിവാളിന് ഇവർക്ക് ഭയമുണ്ട്. അതുകൊണ്ട് ED എന്നല്ല പറയേണ്ടത്, പേടി എന്നാണ് പറയേണ്ടത്. കാരണം അതുകൊണ്ടാണല്ലോ നമ്മൾ കണ്ട, ഇവിടെ സൂചിപ്പിച്ചല്ലോ, സമാനതകളില്ല ചരിത്രമല്ലേ. ഒരു ബെയിൽ ആപ്ലിക്കേഷനിൽ അല്ല, അല്ലെങ്കിൽ ഒരു അറസ്റ്റിനെ ചലഞ്ച് ചെയ്തുള്ള പെറ്റീഷനകത്ത് സ്വമേധയാ വിവേചന അധികാരം പ്രയോഗിച്ച് സുപ്രീം കോടതി ജാമ്യം കൊടുത്തൊരു മനുഷ്യനെ പുറത്തേക്ക് വിടുകയാണ്. ഇവർ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? രാജിവെക്കണം, മുഖ്യമന്ത്രിയായിട്ട് ആക്ട് ചെയ്യാൻ പാടില്ല. കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രചരണത്തിന് പോകാം. നാളെ മുതൽ പ്രചരണത്തിൽ നരേന്ദ്രമോദിക്ക് വെല്ലുവിളിയായി തട്ടകത്തിൽ ഇറങ്ങി കളിക്കാൻ പോകുന്ന കേജ്രിവാളിനെയാണ് കാണാൻ പോകുന്നത്. അത് ഇവർക്ക് ഭയമാണ്. അതുകൊണ്ട് അനാവശ്യമായ സ്റ്റേറ്റ്മെന്റ് ഇനിയും പറഞ്ഞാൽ ഈ ചർച്ചയിൽ ഞാനും ഇടപെടും. അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ അദ്ദേഹത്തോട് പിൻവലിക്കാൻ. ഇനിയുള്ള പ്രചാരണ ദിവസങ്ങളിൽ ഇനി 161 മണ്ഡലങ്ങളിലേക്കാണല്ലോ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത്. അതിൽ ഇപ്പോൾ ഡൽഹിയുണ്ട്, പഞ്ചാബുണ്ട്, ഹരിയാനയുണ്ട്. ഇതിലൊക്കെ തന്നെ ആപ്പിന് നല്ല നിർണായകമായ സ്വാധീനമുള്ള സ്ഥലങ്ങളുമാണ്. പലയിടത്തും 2 നിങ്ങൾ ഒരുമിച്ച് മത്സരിക്കുന്നുമുണ്ട്. പഞ്ചാബിൽ മാത്രമാണ് അങ്ങനെയല്ലാത്തത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള പ്രചാരണം കേജ്രിവാളിന്റെ ജയിൽ എന്ന വിഷയത്തിൽ ഊന്നിയാണോ, അത് മാത്രമായിരിക്കുമോ? കാരണം ഓരോ ഘട്ടത്തിലും നിങ്ങളെ പ്രതിരോധത്തിലാക്കാൻ മോദി കൊണ്ടുവരുന്ന വിഷയങ്ങൾ അത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഗുണമായി ഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദാനി അംബാനി വിഷയം, അതിപ്പോൾ ഒന്നുകൂടി എടുത്തിട്ടത് നന്നായി എന്നാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ നേതാക്കൾ പറയുന്നത്. രാഹുലിന്റെ കടുത്ത മറുപടിയും കണ്ടതാണല്ലോ. ഇനി അങ്ങോട്ട് കേജ്രിവാളാണോ വിഷയം? കേജ്രിവാളും ഒരു വിഷയമാണ് എന്നാണ് എൻ്റെ യാഥാർത്ഥ്യം. ഞാനതിന് മറുപടി പറയുന്നതിന് മുൻപ് ഞാൻ നേരത്തെ ശ്രീ സുരേഷിൻ്റെ പരാമർശങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം അരവിന്ദ് കെജ്രിവാളിനെ കൊള്ളക്കാരെന്ന് വിളിച്ചു. അതോടൊപ്പം തന്നെ കട്ട് തിന്നുന്ന ആളുകൾ, അദ്ദേഹം പറഞ്ഞതാണ്, മോഷണം നടത്തുന്ന ആളുകൾ പിന്നെ കട്ട് തിന്നുന്നവർ എന്നല്ലാതെ എന്ത് പറയും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ കട്ട് തിന്നുന്നു എന്ന് വിശേഷിപ്പിക്കുന്നവർ നിങ്ങളുടെ പാർട്ടിയിൽ ചേർന്നാൽ പിന്നെ നട്ട്സ് തിന്നുന്നവരായി മാറുമോ?
അരവിന്ദ് കെജ്രിവാളിന് ഇപ്പം കട്ട് തിന്നുന്നു എന്ന് പറയുന്നു. അദ്ദേഹം നിങ്ങളുടെ പാർട്ടിയിലാണെങ്കിൽ പെട്ടെന്നത് ആ കട്ട് തീറ്റി നട്ട്സ് തീറ്റിയായിട്ട് മാറില്ലേ? ഹിമന്ത് ബിശ്വ ശർമ്മ അങ്ങനെ ആയിരുന്നില്ലേ? ശാരദ തട്ടിപ്പ് കേസിൽ നിങ്ങൾ പ്രതിയാണെന്ന് ആക്ഷേപിച്ചുകൊണ്ടിരുന്ന ഇന്നത്തെ BJP മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ BJP ചേർന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പുണ്യാളനായില്ലേ? തൃണമൂൽ കോൺഗ്രസ് നേതാവായിരുന്ന സുവേന്ദു അധികാരി പശ്ചിമ ബംഗാളിൽ ഇന്ന് അവിടുത്തെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹമാണ് ശാരദാ ചിട്ടി ഫണ്ട് കേസിലെ ഏറ്റവും വലിയ മുഖ്യ പ്രതിയെന്ന് നിങ്ങൾ ആക്ഷേപിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നിങ്ങളുടെ പ്രതിപക്ഷ നേതാവാണ്. അജിത് പവാർ ഈ പഞ്ചസാര കുംഭകോണവും മറ്റ് നിരവധി കുംഭകോണങ്ങളിൽ 10,000 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ ആൾ എന്ന് നിങ്ങൾ ആക്ഷേപിച്ചിരുന്ന അജിത് പവാറിന് വേണ്ടിയാണ് ഇന്നലെ പ്രധാനമന്ത്രി ബാരാമതിയിൽ ഉൾപ്പെടെ സംസാരിച്ചത്. അഴിമതിക്കാരെന്ന് വിശേഷിപ്പിച്ചിരുന്ന ആളാണ്. അപ്പോൾ ഈ അഴിമതിക്കാർ എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന, കൊള്ളക്കാരൻ നിങ്ങൾ വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകളൊക്കെ തന്നെ പുണ്യാത്മാക്കളായി മാറാൻ നിങ്ങളുടെ പാർട്ടി ചേർന്നാൽ മതിയോ? അപ്പോൾ ഒരു കാപട്യം സ്വല്പം അവസാനിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയ എതിരാളികളെ രാഷ്ട്രീയമായി എതിർക്കാം, അവരെ കൊള്ളക്കാർ, കള്ളന്മാർ, പിന്നെ കട്ടുതീനികൾ എന്നൊക്കെ വിളിക്കുക. എന്നിട്ട് യാതൊരു മടിയുമില്ലാതെ നിങ്ങളുടെ പാർട്ടി വന്നു ചേർന്ന് കഴിഞ്ഞാൽ ഈ ആളുകളൊക്കെ തന്നെ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായി മാറുന്നു. എങ്ങനെയാണ് ഈ കാപട്യത്തെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്? പിന്നെ രണ്ടാമത് നേരത്തെ പറഞ്ഞ സ്മൃതി ചോദിച്ച ചോദ്യത്തിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, സ്മൃതി അരവിന്ദ് കെജ്രിവാളിൻ്റെ വിഷയം ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഒരു പ്രധാനപ്പെട്ട നേതാവിനെ, രാഷ്ട്രീയ നേതാവിനെ, അദ്ദേഹത്തിന് അഴിമതി ആരോപണമാണ്, അതിൻ്റെ മെരിറ്റ് പിന്നീട് നേരിടുക എന്നുള്ളതാണ്. അത് കോടതി നേരിടാൻ അദ്ദേഹം തയ്യാറാണെന്നും പറഞ്ഞു. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഏറ്റവും നിർണായകമായ സമയത്ത് അദ്ദേഹം പ്രചരണം നടത്താതിരിക്കാൻ വേണ്ടി ജയിലിൽ അടയ്ക്കുക, അതൊരു പ്രധാനപ്പെട്ട വിഷയമായി മാറും. അത് അരവിന്ദ് കെജ്രിവാൾ എന്നൊരു വ്യക്തിയുടെ മാത്രം വിഷയമായിട്ടല്ല രാജ്യം അതിനെ കണക്കെടുക്കാൻ പോകുന്നത്. ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ ധ്വംസനങ്ങളുടെ മൊത്തം അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ജയിലിൽ. ഇവിടെ നോക്കണം, രാജ്യത്താകമാനം ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന BJP നേതാവ്, ഞാൻ പ്രധാനമന്ത്രി എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല, BJP നേതാവ് നടത്തിക്കൊണ്ടിരിക്കുന്ന വിഷം ചീറ്റൽ പ്രസംഗങ്ങൾ, എത്ര വൃത്തികെട്ട സംസാരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റ് മതന്യൂനപക്ഷങ്ങളെ അടച്ചാക്ഷേപിക്കുക. എന്തിനേറെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സമീപകാലത്ത് നേടിയ കപ്പുകളൊക്കെ തന്നെ UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. 2007 T20 വേൾഡ് കപ്പ് ജയിച്ചു, 2011 വൺ ഡേ വേൾഡ് കപ്പ് ജയിച്ചു. അതിനുശേഷമുള്ള ഈ കാലഘട്ടമൊക്കെ തന്നെ അതൊക്കെ ന്യൂനപക്ഷങ്ങളെ കുത്തിനിറച്ചുകൊണ്ടൊരു ടീമാണോ? ന്യൂനപക്ഷങ്ങളും ടീമിലുണ്ട്. ഇന്ത്യക്ക് വേണ്ടി കളിച്ച നിരവധി മതന്യൂനപക്ഷങ്ങളിലും വിവിധ സമുദായങ്ങളിൽപ്പെട്ടവരുണ്ട്. ജാതിയും മതം നോക്കിയല്ല ഇന്ത്യൻ ക്രിക്കറ്റ് ടീം തിരഞ്ഞെടുക്കുന്ന ഒരു കാലഘട്ടത്തിലും. ഇർഫാൻ പത്താനും ഹർഭജൻ സിംഗും സഞ്ജു സാംസണും പിന്നെ മഹേന്ദ്ര സിംഗ് ധോണിയും വെങ്കടേഷ് പ്രസാദും എങ്ങനെ നിരവധി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഭാഷയും ദേശത്തിൻ്റെയും പിന്നെ ഒരു വ്യത്യാസമില്ലാതെ ഈ ആളുകളെയൊക്കെ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലുണ്ടായിരുന്നു. ഇന്ത്യയുടെ അഭിമാനമായിരുന്ന ഒരു ക്രിക്കറ്റ് ടീമിനെ പോലും മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ നിലവാരം എവിടെ നിൽക്കുന്നു? ഡോക്ടർ മൻമോഹൻ സിംഗിനെയൊക്കെ പോലെയുള്ള സ്റ്റേറ്റ്സ്മാൻമാർ ഈ സമീപകാലത്ത്, അതിനു മുമ്പ് മഹാരഥന്മാർ നിരവധി പേര്, ഒന്നും വേണ്ട, തൊട്ടുമുമ്പ് ഇരുന്ന പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അല്ലേ? അവരെയൊക്കെ പോലെയുള്ള മഹാന്മാരായ വ്യക്തികളിരുന്ന സ്ഥാനത്തിരുന്നുകൊണ്ടാണ് ഇന്ത്യയിൽ തന്നെ ജീവിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരെ മതത്തിൻ്റെ വിരുദ്ധ ആക്ഷേപിക്കുന്നത്. അപ്പോൾ എതിരാളികളെ ജയിലിലടയ്ക്കുക, നാട്ടിൽ തന്നെ ജീവിക്കുന്ന മനുഷ്യരെ മതത്തിൻ്റെ പേരിൽ ആക്ഷേപിക്കുക, തിരഞ്ഞെടുപ്പിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയെ തകർന്നിരിക്കുന്നു. ഇങ്ങനൊരു സ്ഥാപനം ഇന്ത്യയിലുണ്ടോ? നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിന് അതിന് വർഗീയ വിഷം ചീറ്റലിൽ കേസെടുക്കേണ്ടതാണ്. അതിന് വരെ നരേന്ദ്രമോദിയുടെ വിശദീകരണം ചോദിക്കാതെ BJP ദേശീയ പ്രസിഡന്റിനോട് വിശദീകരണം ചോദിക്കുക. കർണാടകത്തിൽ ഇന്ന് വളരെ നല്ലൊരു വാർത്ത, ഞാൻ ഇങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ടൊരു നല്ല വാർത്ത കർണാടകത്തിൽ നിന്നാണ്. അവിടെ ന്യൂനപക്ഷങ്ങളെ ആക്ഷേപിച്ച്, കോൺഗ്രസിനെയും ന്യൂനപക്ഷങ്ങളെയും കൂട്ടിക്കെട്ടി നടത്തി ആക്ഷേപം നടത്തി എക്സിൽ, പഴയ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത BJP IT സെൽ മേധാവിയെ കർണാടകത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിന് ഇലക്ഷൻ കമ്മീഷൻ ധൈര്യമില്ല, കേസെടുക്കണം, മതവിദ്വേഷം നടത്തിയ പേരിൽ കേസെടുക്കുമെന്ന് പറയാൻ ധൈര്യമില്ല. എക്സിന് നോട്ടീസ് ചെയ്തിരിക്കുന്നു, അതങ്ങ് നീക്കം ചെയ്തേക്കണം, ഞങ്ങൾക്ക് BJPയോട് മിണ്ടാൻ വയ്യ. കർണാടകത്തിലെ ഗവൺമെൻറ് അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നല്ല വാർത്തയാണ്. അപ്പോൾ ഇന്ത്യയിൽ ജനാധിപത്യം തന്നെ ചിന്തിച്ച് നോക്കൂ സ്മൃതി, ഇവർക്ക് വലിയ ഭൂരിപക്ഷമുള്ള 2 പാർലമെൻറ്റ് മണ്ഡലങ്ങളാണ് സൂറത്തും ഇൻഡോറും. തെരഞ്ഞെടുപ്പ് നടന്നാൽ BJP ജയിക്കും. കഴിഞ്ഞ തവണ ജയിച്ച സ്ഥലങ്ങളാണ്. ചില സ്ഥലങ്ങളിൽ അങ്ങനെ വലിയ ആധിപത്യം ഉണ്ടല്ലോ, 75% വോട്ടുള്ളതാണ്. അവിടെ നിങ്ങൾ തെരഞ്ഞെടുപ്പ് പോലും ഇല്ലാതിരിക്കാൻ എതിർ സ്ഥാനാർത്ഥികളെ മാനേജ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് തന്നെ ഭീഷണിയായിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരായി നിരവധി വിഷയങ്ങൾ ഉയർന്നു വന്ന് ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നും ഇന്ത്യയുടെ ഹൃദയത്തിൽ നിന്നും ഇവർ തൂത്തെറിയപ്പെടുന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ, അത്തരം ഒരു ചിന്തയാണ് രാജ്യത്താകമാനം ഉയർന്നു വരുന്നത്. ജനം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ.
ശരി, ജനം കാണുന്നു എന്നുള്ളത് തന്നെയാണ്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. മടങ്ങിയെത്താം. ശ്രീ അനിൽകുമാർ, ഇപ്പോൾ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്രം വേട്ടയാടുന്നു പ്രതിപക്ഷ പാർട്ടികളെ, പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ. ഇതാണ് ഏറ്റവും ശക്തമായി തന്നെ പ്രതിപക്ഷം ഒന്നടങ്കം ഉന്നയിക്കുന്നത്. അപ്പോൾ അങ്ങനെ വേട്ടയാടൽപ്പെട്ട ഒരു പ്രതീകമായി ഇനി കേജ്രിവാളിനെ മുൻനിർത്തിയുള്ള പ്രചാരണം, അടുത്ത 261 മണ്ഡലങ്ങളിലേക്കുമുള്ള പ്രചാരണം ഇനി ആ രൂപത്തിലാണോ മുന്നോട്ട് നീങ്ങുക? അത് എത്രത്തോളം സഹായിക്കും? ആപ്പ് എന്ന പാർട്ടിയോ തീർച്ചയായും അത് പഞ്ചാബിലും ഡൽഹിയിലും ഹരിയാനയിലും സഹായിക്കുമെന്നുള്ള കാര്യം വ്യക്തമാണ്. അതിലപ്പുറം ഇന്ത്യ ബ്ലോക്കിന് കേജ്രിവാൾ എത്രത്തോളം സഹായകമാകും? ഇവിടെ ബി ജെ പിയുടെ നേതാവ് ചില വാക്കുകളൊക്കെ പറഞ്ഞു. ഞാൻ അതിന് അതേപോലെ മറുപടി പറയുന്നില്ല. പക്ഷെ അദ്ദേഹം നരേന്ദ്രമോദിയുടെ നിലവാരത്തിലേക്ക് ഉയർന്നില്ല, വേണേൽ താന്നില്ല എന്ന് വേണേൽ പറയാം. കാരണം മോദി എത്ര വൃത്തികെട്ട നിലയിലാണ് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് വെച്ച് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ ഇന്ന് ശാസനയോ അതുപോലെ കടുത്ത ശിക്ഷയോ ഏതെങ്കിലും കിട്ടും. കാരണം മോദി പറഞ്ഞു വിട്ടാൽ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ പോരെ, ഇതിനേക്കാൾ കടുപ്പപ്പെട്ടത് പറയണം. പക്ഷേ പറഞ്ഞ എല്ലാ വാചകങ്ങളും മോദിക്ക് ബാധകമാണ്. കൊള്ളക്കാരൻ, ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും വലിയ കൊള്ളയാണ് ഇലക്ട്രൽ ബോണ്ട്. അത് സുപ്രീം കോടതി തൊണ്ട് സഹിതം പിടിച്ചു. നമ്മൾ പാതരാത്രിയിൽ സൂര്യൻ ഉദിച്ചാലെന്ന് പഴയൊരു പല്ലവിയുണ്ട്. അതിനർത്ഥം എന്താണ്? അനാശാസ്യങ്ങൾ മുഴുവൻ പുറത്തു വരും. അങ്ങനെ പാതരാത്രിയിൽ സൂര്യൻ ഉദിച്ചതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കൊണ്ട് ഇവർ നടത്തിയിട്ടുള്ള ഇലക്ട്രൽ ബോണ്ടിൻ്റെ കൊള്ള പുറത്തു കൊണ്ടുവന്നപ്പോൾ എന്താ കണ്ടതെന്നറിയാമോ? ഈ ED, CBI, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവയെല്ലാം ഉപയോഗിച്ച് വിവിധ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തിയിട്ട് ആ റെയ്ഡ് നടത്തിയതിൻ്റെ പിറ്റേ ദിവസം അവിടെ പോയിട്ട് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ച് എല്ലാം ഒത്തുതീർപ്പാക്കി കൊടുത്തു. അങ്ങനെ കൊള്ള നടത്തി BJP. അങ്ങനെ നടത്തിയ കൊള്ളയുടെ കണക്കാണ് 4459 കോടി രൂപ. പിന്നെ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ജീവൻ വെച്ച് വില പറഞ്ഞില്ലേ? കോവിഷീൽഡ് ഇപ്പോൾ വാക്സിൻ ഇല്ലല്ലോ, 100 കോടി രൂപയാണ് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് അവരുടെ ആരോഗ്യ മേഖലയിൽ 100 കോടി രൂപയാണ് കോവിഷീൽഡ് ഉണ്ടാക്കുന്ന കമ്പനി ഇവർ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചത് കോവിഡ് കാലത്ത്. ഇവരാ BJPക്കാർ, മനുഷ്യത്വമുള്ളവർ. പിന്നെ ഇന്ത്യ രാജ്യത്തെ മരുന്ന് നിർമ്മാണ കമ്പനികൾ വേണ്ടല്ലോ, പതഞ്ജലി, നിങ്ങളുടെ പതഞ്ജലി എവിടെ പോയി? സുപ്രീം കോടതി ആ മൂലക്ക് പിടിച്ച് നിർത്തിയില്ലേ? സുപ്രീം കോടതിക്ക് നന്നായി മനസ്സിലായി ഈ നരേന്ദ്രമോദിയെ. എത്ര വിധിയാണ് വരുന്നത്? ഇലക്ട്രൽ ബോണ്ട് കേസിലെ വിധി, ഇതാ ഇപ്പോൾ പതഞ്ജലിയുടെ കേസിലെ വിധി. പതഞ്ജലിയുടെ കേസിലെ വിധി നരേന്ദ്രമോദിക്കെതിരായിട്ടാണ്. ഉത്തരാഖണ്ഡിലെ അവിടുത്തെ ഗവൺമെന്റിനോട് ചോദിച്ചിരിക്കുകയാണ്, നിങ്ങൾ എന്ത് പണി ചെയ്യായിരുന്നു? നിങ്ങളുടെ ആരോഗ്യവകുപ്പ് എന്ത് പണി ചെയ്യായിരുന്നു? നിങ്ങളൊക്കെ വിടുപണി എടുക്കുകയായിരുന്നോ? BJPയുടെ മുഖ്യമന്ത്രി രാജിവെക്കണ്ടേ? അപ്പം ബഹുമാനപ്പെട്ട സുരേഷ് പറയുന്ന എല്ലാ വാക്കുകളും നരേന്ദ്രമോദിക്കും അമിത്ഷയ്ക്കും നിർമ്മല സീതാരാമനും കൊള്ളാവുന്നതാണ്. ഇനി ഏതെങ്കിലും കുറവുണ്ട് പറയാം. PM കെയർ ട്രസ്റ്റ്, വിദേശ കമ്പനികളിൽ നിന്ന് പണം എരന്ന് വാങ്ങി PM കെയർ ട്രസ്റ്റിലേക്ക്, വിദേശ കമ്പനികളിൽ നിന്ന്. എന്തിന്? ഇന്ത്യയെ വിറ്റവർ. ആ മോദിയെ തൊണ്ട് സഹിതം പിടിക്കാൻ പോവാണ് കേട്ടോ. PM കെയർ ട്രസ്റ്റിന്റെ കണക്ക് ജൂലൈ 4 കഴിഞ്ഞ് എടുത്ത് പുറത്തോട്ടിട്ടിട്ട് മോദിയെ അകത്തോട്ട് പോകാനുള്ള പൂട്ടുണ്ടാക്കും ഇന്ത്യ രാജ്യത്തെ ജനകോടികൾ. BJPയുടെ ഒരു വർഗീയ അജണ്ടയും BJPക്കെതിരായ പ്രതികരണങ്ങൾ നിരവധി കേട്ടല്ലോ. ഇനിയിപ്പോൾ മോദി പ്രധാനമന്ത്രിയാകില്ല എന്നാണ് ഇന്നലെ രാഹുൽ പറഞ്ഞത്. ഇതിപ്പോൾ കേജ്രിവാളിന്റെ അറസ്റ്റ് അത് ഒരു സ്വയം വിനാശത്തിന്റെ തീരുമാനമായി എന്നൊരു തിരിച്ചറിവിലേക്ക് BJP എത്തുന്നുണ്ടോ? കാരണം അറസ്റ്റിന് മുൻപ് വരെ BJPക്ക് അനുകൂലമായൊരു കാറ്റുണ്ടായിരുന്നു. പിന്നീട് കാര്യങ്ങൾ മാറി മറിയുന്നു. ഹേമന്ത് സോറിനെ പോലെ അറസ്റ്റ് വന്ന ഘട്ടത്തിൽ അദ്ദേഹം രാജിവെച്ചില്ല, ജയിലിലേക്ക് പോകുന്ന മുഖ്യമന്ത്രിയായി. അത് അദ്ദേഹത്തിന്റെ ബുദ്ധിപൂർവമായ തീരുമാനമായി. സുനിത കേജ്രിവാൾ വാർഡ് തലത്തിലിറങ്ങി പ്രചാരണം നടത്തി, വൈകാരികതയോടെ പ്രതികരിച്ചു, കേജ്രിവാളിന്റെ സന്ദേശങ്ങൾ വായിച്ചു. അത് ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ സ്വാധീനമുണ്ടാക്കി. അപ്പോൾ പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്ത ശേഷം തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ശരിയല്ല എന്ന അന്താരാഷ്ട്ര പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. ജർമ്മനിയിൽ നിന്ന് വന്നു, അമേരിക്കയിൽ നിന്ന് വന്നു. ഇതൊക്കെ കൂടി വന്നിരിക്കുന്ന ഒരു പ്രതിഫലനം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കേജ്രിവാൾ പുറത്തിറങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ പിഴച്ചു ഈ അറസ്റ്റിൽ എന്ന് നിങ്ങൾ ഇപ്പോൾ വിലയിരുത്തുന്നുണ്ടോ, മനസ്സിലാക്കുന്നുണ്ടോ? സ്മൃതി, അരവിന്ദ് കെജ്രിവാളും അതോടൊപ്പം തന്നെ സുനിത കെജ്രിവാളും മാത്രമല്ല, മുമ്പ് ലല്ലു പ്രസാദ് യാദവും റാബറി ദേവിയും ഇങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. ഇന്ന് ലല്ലു പ്രസാദ് യാദവിൻ്റെയും റാബറി ദേവിയുടെയും രാഷ്ട്രീയ അവസ്ഥ എന്താണെന്ന് അറിയാമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ കെജ്രിവാളിൻ്റെയും സുനിത കെജ്രിവാളിൻ്റെയും അവസ്ഥയും എന്തായിരിക്കുമെന്നുള്ള കാര്യത്തിൽ BJPക്കോ ഈ രാജ്യത്ത് ഭരണഘടനാപരമായിട്ട് അഴിമതി മുക്തമായിട്ടൊരു സർക്കാർ വേണമെന്ന് ആഗ്രഹിക്കുന്ന അണ്ണാ ഹസാരെ ഉൾപ്പെടെയുള്ള മൂവ്മെൻറ്റിൽ ഉണ്ടായിരുന്ന ആർക്കും തന്നെ ഏതൊരു സംശയമില്ല, അഴിമതിക്കാർ എന്നായാലും തിഹാർ ജയിലിലായിരിക്കും, കാരാഗൃഹത്തിലായിരിക്കും. 2-ാം തീയതി കഴിഞ്ഞാൽ ഏതൊരു പ്രതിക്കും ആരെങ്കിലും അടുത്ത ഉറ്റ ബന്ധുക്കൾ മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ നിന്ന് ഇൻട്രീം ബെയിൽ കിട്ടാറുണ്ട്.
മരണത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞിട്ട് തിരിച്ച് ജയിലിൽ ചെന്ന് കയറണം. 2-ാം തീയതി ഇന്ത്യ മുന്നണിയുടെ ശവസംസ്കാര ചടങ്ങ് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിനോട് ജയിലിൽ ചെന്ന് കയറാൻ വേണ്ടിയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ഉത്കണ്ഠയൊക്കെ ഇവിടെ ഇരിക്കുന്ന ഇന്ത്യ മുന്നണിക്കാർക്ക് മതി. BJPക്ക് ഒരു ഉത്കണ്ഠയും അരവിന്ദ് കെജ്രിവാളും കെജ്രിവാളും നടത്തിയതുപോലുള്ള പരിപാടി ചടങ്ങിൽ പങ്കെടുക്കാൻ കേജ്രിവാൾ പുറത്തിറങ്ങണ്ട എന്നതായിരുന്നു നിങ്ങളുടെ ആദ്യത്തെ തീരുമാനം. അതുകൊണ്ടാണോ കേജ്രിവാളിന്റെ ഇടക്കാല ജാമ്യത്തെ അത്ര ശക്തമായി എതിർത്തത്? ഇനി അല്ല സ്മൃതി, എനിക്ക് 1-2 പേർക്ക് ഉത്തരം പറഞ്ഞു പോകണം, അതിനുള്ള അവസരം കൂടെ തരണേ. ഇനി നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള കോൺഗ്രസിൻ്റെ ലിജു, ഞാൻ ഏറെ ബഹുമാനിക്കുന്നൊരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം ഇവിടെ കുറേ കഥകളൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, ഈ അരവിന്ദ് കെജ്രിവാൾ ഒരു അഴിമതിക്കാരനാണ്, കൊള്ള നടത്തി എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നത് ആരാണ്? നിങ്ങളുടെ തന്നെ അവിടുത്തെ ഡൽഹിയിലെ നേതാക്കന്മാരല്ലേ? നിങ്ങളുടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരല്ലേ? നിങ്ങളുടെ PCC പ്രസിഡന്റ് രാജിവെച്ച് പോയില്ലേ ഈ അരവിന്ദ് കെജ്രിവാളുമായിട്ട് കൂട്ടുകൂടിയതിൻ്റെ പേരിൽ? എത്ര നേതാക്കന്മാരാണ് രാജിവെച്ച് പോയത്? ഈ ഛർദ്ദിച്ചത് എടുത്ത് വിഴുങ്ങാൻ ഈ കോൺഗ്രസ്സുകാർക്ക് അല്പം പോലും നാണമില്ലേ? ശ്രീ ലിജു, കോൺഗ്രസ്സുകാർക്ക് നാണം ഇല്ലാതാകാം, അങ്ങെന്തിനാ ഇത്രയും ഗതികെട്ട അവസ്ഥയിലേക്ക് പോകുന്നത്? അതാണ് എനിക്ക് ലിജുവിനോട് ചോദിക്കാനുള്ളത്. ഇനി മറ്റൊന്ന്, മതേതരത്വത്തെക്കുറിച്ച് അനിലും ലിജുവൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മളെല്ലാം രോമാഞ്ച കഞ്ചുകരാവുകയാണ്. കാരണം വടകരയിൽ കാഫിറിന് വോട്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞ് വോട്ട് പിടിച്ച കോൺഗ്രസ്സുകാരനെയും ജിഹാദിക്ക് വോട്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞ് വോട്ട് പിടിച്ച കമ്മ്യൂണിസ്റ്റുകാരനെയും നമ്മൾ കേരളത്തിൽ കണ്ടു. കാഫിറും ജിഹാദിക്കും വേണ്ടി വോട്ട് പിടിച്ച ഇവിടുത്തെ വടകരയിലെ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും വന്നിരുന്ന് നരേന്ദ്രമോദിയെ അധിക്ഷേപിക്കുകയും നരേന്ദ്രമോദിയുടെ മതേതരത്വത്തെയും ഈ രാജ്യത്തിൽ സർവ്വധർമ്മ സമഭാവന പറയുന്ന BJPയുടെ മതേതരത്വത്തെ ചോദ്യം ചെയ്യാറായിട്ടില്ല. ആദ്യം നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധമൊക്കെ വിച്ഛേദിച്ച് കാഫിറും ജിഹാദിക്കും വോട്ട് പിടിക്കുന്ന പണിയൊക്കെ അവസാനിപ്പിച്ച് അന്തസ്സായിട്ട് മതേതരത്വം നടത്തിയിട്ട് ഞങ്ങളെ ചോദ്യം ചെയ്യാൻ വരുന്നതാണ് നല്ലത് എന്നുള്ളതാണ് എന്റെ പോയിന്റ്. ആണോ സർവമത സമഭാവനയുടെ ഭാഗമായിട്ടാണോ എല്ലായിടത്തും മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു പറയുന്നത്? നരേന്ദ്രമോദി മുസൽമാന് വേണ്ടി മാത്രം കൊടുക്കാനുള്ള നേതാവല്ല. നരേന്ദ്രമോദി ഇവിടുത്തെ പട്ടികവർഗക്കാരനും ഗോത്രവിഭാഗക്കാരനും ഹിന്ദുവിനും ബുദ്ധനും ജൈനനും ക്രിസ്ത്യാനിക്കും മുസൽമാനും എല്ലാ മുസ്ലിങ്ങളിലെ സ്ത്രീകൾക്കും, മുസ്ലിങ്ങളുടെ പുരുഷന്മാർക്കും പോപ്പുലർ ഫ്രണ്ടുകാർക്കും മാത്രമല്ല സ്ത്രീകൾക്കും എല്ലാവിധമായിട്ടുള്ള അധികാരവും അംഗീകാരവും കൊടുത്താണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യ ഭരിക്കുന്നത്. 14 വർഷം ഗുജറാത്ത് ഭരിച്ചത് അങ്ങനെ തന്നെയാണ്, യാതൊരു സംശയം ആർക്കും വേണ്ട. അതിവിടുത്തെ ഉൽപ്പതിഷ്ടുക്കളായിട്ടുള്ള മുസ്ലിം സഹോദരന്മാർക്കും സഹോദരിമാർക്കും അറിയാം. അതിനൊന്നും അനിലിന്റെയും ലിജുവിന്റെയും ജിഹാദികൾക്കും കാഫിറുകൾക്കും വോട്ട് പിടിക്കാൻ നടക്കുന്ന അനിലിന്റെയും ജിഹാദിയുടെയും ലിജുവിന്റെയും സർട്ടിഫിക്കറ്റ് BJPക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഇനി ബഹുമാന്യനായിട്ടുള്ള വക്കീൽ പ്രശാന്ത് പത്മനാഭൻ, ശ്രീ പ്രശാന്ത് പത്മനാഭനോട് എനിക്ക് ചോദിക്കാനുള്ളത്, പൗരസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ മനീഷ് സിസോദിക്കും ഇല്ലേ? പൗരസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഹേമന്ത് സോറാൻ ഇല്ലേ? ഇയാൾക്ക് മാത്രമേ ഉള്ളൂ എന്നാണോ അങ്ങ് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്? 9 സമൻസ് വന്നപ്പോൾ ഒളിച്ചോടിയ ഈ അരവിന്ദ് സമയമില്ല. ശ്രീ പ്രശാന്ത് പത്മനാഭൻ, ഇപ്പോൾ കേജ്രിവാളിന്റെ അറസ്റ്റ്, റിമാൻഡ് ഇതൊക്കെ തെറ്റാണെന്ന ഹർജി സുപ്രീം കോടതി അടുത്തയാഴ്ച പരിഗണിക്കാനിരിക്കുകയാണ്. രാഷ്ട്രീയക്കാർക്ക് പ്രത്യേക പരിഗണന നൽകുന്നതിന് തുല്യമാണ് ഈ ഇടക്കാല ജാമ്യം എന്ന ED വാദം ഇന്നിപ്പോൾ കോടതി തള്ളിയിരിക്കുന്നു. ഇതൊക്കെ തന്നെയും അടുത്ത ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ അതിലേക്ക് കൂടി ചേരില്ലേ? അതിൽ കൂടി ഈ കാര്യങ്ങൾ കൂടി പരിഗണിക്കുന്നതിലേക്ക് എത്തില്ലേ? തീർച്ചയായിട്ടും സ്മൃതി, ഞാനിപ്പോൾ എന്നെ പറ്റി പറഞ്ഞ അതിന് ഉത്തരം പറഞ്ഞോട്ടെ. സമൻസ് വന്നു കഴിഞ്ഞാൽ ഈ അന്വേഷണത്തിൽ സഹകരിക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞു തരണം. കാരണം സഹകരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറ്റക്കാരനാണ് എന്ന് അന്വേഷണ ഏജൻസി പറയുമ്പോൾ അതെ ഞാൻ കുറ്റക്കാരനാണെന്ന് പറയാൻ ആർക്കും ബാധ്യതയില്ല. സഹകരിക്കുക എന്ന് പറയാൻ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. ഇദ്ദേഹത്തിന് സമൻസ് വന്നപ്പോൾ ഞാൻ ഉത്തരം എഴുതി തരാം എന്ന് അരവിന്ദ് കെജ്രിവാൾ മറുപടി അയച്ചിരുന്നു. അദ്ദേഹം ചോദ്യങ്ങൾ അയച്ചു തരൂ, ഞാൻ ഇതിന് റിപ്ലൈ തരാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അയച്ചാൽ മതിയോ? അതല്ലാതെ ഒരു കൊലപാതകം നടത്തിയിട്ട് ഇങ്ങനെ അയച്ചാൽ മതിയോ? എന്ത് തെളിവാണ് ഇതുവരെ കണ്ടെത്തിയത്? മതിയോ? അത് കോടതിയിൽ തെളിയിക്കണം. നിങ്ങൾ ഇവിടെ ഇരുന്ന് ഇദ്ദേഹത്തെ പല വിശേഷണങ്ങൾ പറഞ്ഞല്ലോ.
ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കോടതിയിലാണ്. കോടതിയിൽ ഇതുവരെ എന്തെങ്കിലും കാണിക്കാൻ കഴിഞ്ഞോ? അല്ല, ഞാൻ വക്കീലിനോട് പ്രശ്നം ചോദിക്കുന്നത് തിരക്കില്ല. ഏത് ആ, ഉത്തരം കുറ്റവാളിയും ശ്രമിച്ചതിന് ശേഷമാണല്ലോ എനിക്ക് ഇപ്പോൾ നേരിട്ട് ഇടക്കാല വരാൻ ജാമ്യം പറ്റില്ല, ലഭിച്ചിരിക്കുന്നത്. എഴുതി കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ മതിയോ? അങ്ങ് ശ്രീ പറയൂ. സുരേഷ് ഇനി 21 അങ്ങ് ദിവസങ്ങൾ അറിയാമോ? അദ്ദേഹം പുറത്തുണ്ട്. കേജ്രിവാൾ പറയുന്നതിന് അപ്പോൾ അല്ലല്ല, നിങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകാം. വക്കീലായതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. കേജ്രിവാൾ പറഞ്ഞതിന് അപ്പോൾ മറുപടി അല്ലെങ്കിൽ കോടതിയിൽ പറഞ്ഞു കഴിഞ്ഞതും പരാജയപ്പെട്ടതുമായ വാദങ്ങൾ വീണ്ടും വീണ്ടും ഉയർത്തുന്നതിൽ അർത്ഥമില്ലല്ലോ. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.